السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാനമേറിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നല്ല കാര്യങ്ങൾ കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അൽ മൻഹജു സലഫി, സലഫി മൻഹജിനെ കുറിച്ചാണ്. എന്താണ് സലഫി മൻഹജ്? സലഫി മൻഹജിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ്? ഒരാൾ സലഫി എന്ന് പറഞ്ഞാൽ അതർത്ഥമാക്കുന്ന കാര്യം എന്താണ്? തുടങ്ങിയ ചില വിഷയങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദർസിൽ ഉദ്ദേശിക്കുന്ന ഒരു രീതി, നിങ്ങളെല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനമായി ധാരണയുള്ളവർ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പരസ്പരം നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കുക, ഒരു ഉണർത്തൽ എന്ന നിലയിലും മറ്റൊരർത്ഥത്തിൽ നിങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുക. ഞാൻ ബിഇദ്നില്ലാ ഇടയ്ക്കെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതെല്ലാവരും മുഷാറക്ക ചെയ്യുക എന്നൊരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഞാൻ മാത്രം സംസാരിച്ച് നിങ്ങളിങ്ങനെ കേട്ടിരിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാം, മടി വരാം, എന്തും സംഭവിക്കാം, മനുഷ്യരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് കേൾക്കുക, ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസോടുകൂടി പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മിലേക്ക് വരികയും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയും ചെയ്തു. എന്താണ് ശരിയായ മാർഗം, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ജനങ്ങളെല്ലാവരും, അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബികൾ പ്രവാചകനിൽ നിന്ന് ആ കാര്യങ്ങൾ പഠിക്കുന്നു, ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഭിന്നിപ്പുകൾ ഉടലെടുക്കാൻ വേണ്ടി തുടങ്ങി, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. നിങ്ങൾ ശരിക്കും ആ ഒരു സംഭവം, ചരിത്രം മനസ്സിലാക്കണം. സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ചില ഭിന്നിപ്പുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഖദിയായ വിഷയങ്ങളിൽ, വിശ്വാസപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അങ്ങനെ ചില കക്ഷികൾ നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നിരിക്കുന്ന പലതരം കക്ഷികൾ, ധാരാളം വിഭാഗങ്ങൾ വന്നു. ഇന്നും നാം കാണുന്നത് പോലെ തന്നെ അനേകം വിഭാഗങ്ങൾ നമ്മുടെ കൺമുമ്പിൽ, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരിൽ ധാരാളം ആളുകളെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ നാം ഒന്ന് നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ സമസ്ത വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരിൽ അനേകം വിഭാഗങ്ങൾ, AP, EK, ദക്ഷിണ സംസ്ഥാന എന്നൊക്കെ നമ്മൾ പറയുന്ന ധാരാളം വിഭാഗങ്ങൾ. അതുപോലെ മറുവശത്ത് ജമാഅത്ത് തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, ഇനി മുവഹിദീങ്ങൾ എന്ന് പറയുന്ന തൗഹീദിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ പലതരം, എല്ലാവരും തൗഹീദ് അവകാശപ്പെടുന്നു. പക്ഷേ അതിലപ്പുറം സുന്നത്തിനോടുള്ള നിലപാടിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നവർ, ചിലർ അത് തള്ളുന്നു, ചിലർ ചില ഹദീസുകൾ സ്വീകരിക്കുന്നു, വേറെ ചിലർ ആ ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ തന്നെ അതാത് ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, എന്നാൽ അതെല്ലായിടത്തും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, എന്നിങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു ചോദ്യമായിരിക്കും, പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ വന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ധാരാളം അഭിപ്രായങ്ങൾ? എല്ലാവരും പറയുന്നു അവരാണ് ഹക്കിൻ്റെ ആളുകൾ,
എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, മനുഷ്യരായതുകൊണ്ട് സ്വാഭാവികമായി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ചിന്തിക്കുന്നതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ നാം ചിന്തിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കൽ നിർബന്ധമാണ്. പിന്നെ ചില ആളുകൾ പ്രയാസത്തോടുകൂടി അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഭിന്നിപ്പ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മുമ്പിൽ നാം കാണുന്ന ഈ അനേകം സംഘടനകൾ, ധാരാളം വിഭാഗങ്ങൾ, എല്ലാവരും ഹക്കിൻ്റെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ്, അദ്ദേഹം മഹാനായ പണ്ഡിതനാണ്. ഇമാം അഹ്മദിൻ്റെ കൂടെ ഖുർആൻ സൃഷ്ടിവാദം എന്ന ഫിത്ന വന്ന സമയം ഭരണാധികാരികൾ പറയുന്ന വാദം പറയാതെ നിലനിന്നിരുന്ന 5 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഇമാം നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞതായി അബൂ ഉശാമത്ത് അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന കിതാബിൽ പറയുന്നതായി കാണാം, ഇദാ ഫസദത്തിൽ ജമാഅത്ത്, നിങ്ങൾക്ക് മുമ്പിലുള്ള സംഘങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അവർ മോശപ്പെട്ട ഒരു സാഹചര്യം നിങ്ങൾ കണ്ടാൽ, നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ അദ്ദേഹം ഇമാം ബുഖാരിയുടെയൊക്കെ അധ്യാപകനാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടിലുള്ള സംഘങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, ഇങ്ങനെ ധാരാളം ആളുകളെ നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ വ്യക്തമായി നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ അറിയും എന്നൊരു സംശയമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫഅലൈക ബിമാ കാനത് അലൈഹിൽ ജമാഅതു ഖബ്ല അൻ തഫ്സുദ്. ഈ വന്ന സംഘടനകൾ അല്ലെങ്കിൽ ഈ സംഘങ്ങൾ, നാം ഈ കാണുന്ന വിഭാഗങ്ങൾ, ഇവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇസ്ലാമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ശരിയായ മാർഗം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നതായി അബൂ ഉശാമ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നിങ്ങൾക്ക് ദീനിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു അശ്അരി ചിന്താധാര പിൻപറ്റുന്ന ഒരാളെ സമീപിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിൽ സമസ്ത വിഭാഗം പൊതുവെ അശ്അരി മദ്ഹബ് പിൻപറ്റുന്നവരാണ് അഖീദയിൽ. അവരോട് നിങ്ങൾ അസ്മാഉ സിഫാത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവരെന്ത് പറയും? ധാരാളം പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു അർശിന് ഉപരിയിലാണ്, അള്ളാഹു 7 ആകാശത്തിന് മുകളിൽ അർശിന് ഉപരിയിലാണ് എന്നവരോട് പറഞ്ഞാൽ അവരെന്താ പറയുക? അവർ പറയും, അല്ല, അള്ളാഹു എല്ലായിടത്തുമുണ്ട്. എന്നിട്ട് അവർ അതിന് കൊണ്ടുവരുന്ന വാദങ്ങൾ എന്തായിരിക്കും? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് സത്യം മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാനം നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ എല്ലാവരും വന്ന് അവരവരുടെ ഭാഗം ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സംഘങ്ങൾ, ഈ വിഭാഗങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വിഭാഗമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ കാലഘട്ടം, ആ വിഭാഗം എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്, അവരെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്ന് നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ ഹക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുക എന്നതാണ്. രണ്ടാമത്തേത്, ഇങ്ങനെ നമുക്കിടയിൽ ഈ ഒരു ഭിന്നിപ്പ് കൊണ്ടുവന്നു. നമുക്കിടയിൽ അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരം ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടായിരിക്കുകയാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭിന്നിപ്പ് നമുക്ക് നൽകിയത്? ഈ ഭിന്നിപ്പിലൂടെ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? ഇപ്പോൾ പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം. ചില ആളുകൾ ഫിത്നയുടെ പിന്നാലെ പോകും, ഏത് ഫിത്ന വന്നാലും അതിന് പിന്നാലെ പോകും. വേറെ ചില ആളുകൾ എന്ത് പറയും? എല്ലാവരും പറയുന്നു ഞങ്ങൾ ഹക്കിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിലേക്കുമില്ല, അനങ്ങാതെ ഒരു ഭാഗത്തിരിക്കുകയാണ്. അവർ പഠിക്കാനും തയ്യാറാവില്ല, മനസ്സിലാക്കാനും തയ്യാറാവില്ല, ഒന്നിനും തയ്യാറാവില്ല. ചില ആളുകൾ ദീന് തന്നെ ഒഴിവാക്കി പോകും. അവർ ദീന് ഒഴിവാക്കിയാൽ ഇസ്ലാമിന് എന്തോ ഒരു പ്രയാസമുള്ള പോലെയൊക്കെയാണ് പലരുടെയും സംസാരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം, ഈ ഇത്രയും സംഘടനകളും വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ ഇബാദത്തായി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹു പറയുന്നു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വെറുതെ വിട്ടേച്ചതല്ല. അള്ളാഹുവിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം?
ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ്. നല്ലവൻ ഏതവനാണ്, മോശപ്പെട്ടവൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു വേർതിരിവിന് വേണ്ടിയാണ്. ആ ഒരു വേർതിരിവിനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ചില ആളുകൾ എന്ത് പറയും, നമ്മളതിന് പഠിക്കാനും വരുന്നില്ല, ക്ലാസ്സുകൾക്കും ഇരിക്കുന്നില്ല, ഒന്നും വേണ്ട, എല്ലാവരും പറയുന്നു അവരാണ് ശരി, നമ്മളിത് പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി മാറിയിരിക്കും. അത് നല്ല മാർഗമല്ല അവൻ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരാളോ എല്ലാ ഫിത്നയുടെ പിന്നിലും പോകും, അതും ശരിയായ മാർഗമല്ല. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ മാർഗം എന്താണ്? ഈ ഭിന്നിപ്പ് വരുമ്പോൾ, ഈ ഭിന്നിപ്പുകൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ ശരിയായ മാർഗം എന്താണ്? ഞാൻ എൻ്റെ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ അധിക ആളുകളും അഹ്ലുസുന്നയുടെ മനഹജ് മനസ്സിലാക്കിയവരായിരിക്കും. പക്ഷേ പലപ്പോഴും നമുക്കിടയിൽ പോലും ഇന്ന് ആ മനഹജ് പ്രാവർത്തികമാക്കുന്നതിൽ പല പിഴവുകളും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു മസലയിൽ രണ്ടാളുകൾ സംസാരിക്കുമ്പോഴേക്ക് തെറ്റിപ്പിരിയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതിൻ്റെ പേരിൽ ദേഷ്യം വരിക, അതൊക്കെ ഉണ്ടാകുന്നത്. അഹ്ലുസുന്നയുടെ മനഹജ് വ്യക്തമായി നാം മനസ്സിലാക്കണം. ഇപ്പോൾ 2 ഹദീസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഒന്നാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത അലാ 72 മില്ല വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വഅസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുൻകാലഘട്ടത്തുണ്ടായിരുന്ന വേദക്കാർ, ജൂതന്മാരും ക്രൈസ്തവ സമുദായവും, അവർ 72 വിഭാഗങ്ങളായി തരംതിരിഞ്ഞിട്ടുണ്ട്, 72 വിഭാഗങ്ങളായി മാറി. വതഫ്തരിഖു ഉമ്മതി, എൻ്റെ സമുദായം, പ്രവാചകന്റെ ഉമ്മത്ത് 73 കക്ഷികളായി മാറും. ശേഷം അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദതൻ, ഒരു വിഭാഗം ഒഴികെ. സഹാബികൾ ചോദിച്ചു, അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് മാർഗമാണോ സ്വീകരിച്ചത് ആ മാർഗം സ്വീകരിക്കുന്നവർ. ഈ ഹദീസ് ഇമാം തിർമിദിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഇമാം ബഗവി, ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി, അൽ ഹാഫിദ് അൽ ഇറാഖി, അൽ ഇമാം ഷാത്തിബി, അങ്ങനെ അനേകം പണ്ഡിതന്മാർ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇമാമായി നിസ്കരിച്ചു. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാണ്, ഫവഅളന മൗഇളതൻ ബലീഗ, നമുക്കൊരു ഉപദേശം നൽകി. എന്താണ് ഉപദേശത്തിൻ്റെ പ്രത്യേകത? ദരിഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകൾ അത് കേട്ടപ്പോൾ നിറഞ്ഞു, നമുക്ക് കരച്ചിൽ വന്നു. വവജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾ ഭയം കൊണ്ട് പിടക്കാൻ തുടങ്ങി, നമുക്ക് പ്രയാസമുണ്ടായി, പേടിയുണ്ടായി. ഫഖാല ഖാഇൽ, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, കാന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഅ, താങ്കൾ നമ്മോട് വിട പറയുന്നത് പോലെയുണ്ട് താങ്കളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ, അതുകൊണ്ട് താങ്കൾക്ക് എന്താണ് നമുക്ക് നൽകാനുള്ള വസിയ്യത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹി വസ്സമഇ വത്താഅ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കണം. ശേഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവിടുന്ന് പറയാണ്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്നാണോ പറഞ്ഞത്? അല്ല, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, കുറച്ചല്ല, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കുക. നേരത്തെ ഹദീസിൽ ആരൊക്കെയാണ് പറഞ്ഞത്? പ്രവാചകനും സഹാബികളും. ഈ ഹദീസിൽ ഖുലഫാഉർ റാഷിദീങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ശേഷം അവിടുന്ന് പറഞ്ഞു, വഅദ്ദു അലൈഹ, നിങ്ങളത് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം, കാരണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വയ്യാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി ദീനിൽ നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 2 ഹദീസുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും, അത് സംഭവിച്ചിരിക്കും. ഇപ്പം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അതിൽ നാം പ്രയാസപ്പെടുക, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ദീനിനെതിരിൽ സംസാരിക്കുക, അത് നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം അത് സംഭവിച്ചേ പറ്റൂ. ദീനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 72 അല്ലെങ്കിൽ 73 വിഭാഗമായി ഈ ഉമ്മത്ത് മാറും. ഈ 73 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും കാഫിര്യങ്ങളാണോ? 73-ൽ 1 സത്യത്തിൻ്റെ ആളുകൾ, ബാക്കി 72 ബാത്തിലിൻ്റെ ആളുകൾ. ഈ 72 വിഭാഗം അവർ കാഫിര്യങ്ങളാണോ? അല്ല, അവരെല്ലാവരും കാഫിര്യങ്ങളല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിൻഹാജുസ് സുന്നയിലും
ഷാത്തിബി അൽ-ഇഅ്തിസാമിലും അൽ ഖത്താബി മആലിമു സുനനിലൊക്കെ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അവരെല്ലാവരും കാഫിരീങ്ങളല്ല, മറിച്ച് അവരിൽ പാപികളുണ്ട്, ബിദ്അത്തിന്റെ ആളുകളുണ്ട്, പല വിശ്വാസക്കാരുമുണ്ട്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം സംഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാനും എൻ്റെ സഹാബത്തുമുള്ള മാർഗം മുറുകെ പിടിക്കുക. ഇതൊന്നും കൂടി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഹദീത്തുകൾ കേട്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യുക. നിങ്ങൾ താടി വെക്കണമെന്ന് പറഞ്ഞാൽ താടി വെക്കുക, നിര്യാണിക്ക് താഴെ വസ്ത്രം ഇടരുത് എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുക, കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുക. സഹാബത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, അവരത് വിശാലമായി കണ്ടാൽ നമ്മളത് വിശാലമായി കാണാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് സ്വഹാബത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായമാണ് വുളൂ ചെയ്യുന്ന സമയം തല കുറച്ച് തടവിയാൽ മതിയാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും സലമത്ത് ഇബ്നുൽ അക്വഉം അങ്ങനെ അനുവദിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സഹാബത്ത് അനുവദിച്ചൊരു കാര്യമാണ്. ഇന്നൊരാൾ അങ്ങനെ തല തടവിയാൽ അതിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. അതിനെ നമ്മൾ ശക്തമായി, നമ്മളൊരു പക്ഷേ മനസ്സിലാക്കി എന്തായിരിക്കും, തല പൂർണ്ണമായി തടവണമെന്നാണ്. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരാൾ സഹാബത്തിൽ നിന്ന് വന്നതനുസരിച്ച് ചെയ്താൽ അത് നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. ഇനി മറ്റൊരു മസ്അല, ഒരാൾ മനസ്സിലാക്കിയാണ് തഹിയ്യാത്തിൽ വിരലനക്കണം, വേറൊരാൾ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു ആ വിഷയത്തിൽ വന്ന ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അനക്കേണ്ടതില്ല. അദ്ദേഹത്തിന് അഭിപ്രായം വകവെച്ചു കൊടുക്കുക, നമ്മളെ അഭിപ്രായം എടുക്കുക. ഇതാണ് സഹാബത്തിൻ്റെ മാർഗം പിൻപറ്റുക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ ദീനി വിഷയങ്ങളിൽ വിശാലത കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നമ്മൾ വിശാലത കാണിക്കാം. അവർ കണിശമായി പെരുമാറിയ വിഷയങ്ങൾ ഏതൊക്കെയുണ്ടോ അതിൽ നമ്മൾ കണിശമായി പെരുമാറുക. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് 1-2 ഉദാഹരണങ്ങൾ കൂടി വരും. അപ്പോൾ വിജയിക്കാനുള്ള മാർഗം സഹാബത്തിൻ്റെ മാർഗം മുറുകെ പിടിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരെങ്കിലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗം മനസ്സിലായ ശേഷം അതുപേക്ഷിക്കുകയും മുഅ്മിനീങ്ങളുടെ മാർഗം ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിക്കുമ്പോഴുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സഹാബികൾ. അവരുടെ മാർഗം ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ പോകുന്നത് അതിലേക്ക് നാം അവനെ വിട്ടേക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ കഠിനമായ നരകശിക്ഷയിൽ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത് മസീറ, അതെത്ര മോശപ്പെട്ട വാസസ്ഥലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ ദമ്മു തഅ്വീലിൽ, അതുപോലെ ശൈഖുൽ ഇസ്ലാം മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം, സഹാബത്തിൻ്റെ മാർഗം പിൻപറ്റാത്തവന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുപോലെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം, 72 കക്ഷികൾ ളലാലത്തിൻ്റെ പിഴച്ച 72 കക്ഷികൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നതുപോലെ, ഖത്ത റസൂലുള്ളാഹി ഖത്തം ബിയദി, ഒരിക്കൽ പ്രവാചകൻ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വര വരച്ചു. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലി, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ധാരാളം വരകൾ വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വരച്ച വര കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് ശരിയായ സത്യത്തിൻ്റെ മാർഗം. ശേഷം ഈ ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും വരച്ച ആ വരകൾ കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് വ്യത്യസ്ത മാർഗങ്ങളാണ്. ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ഈ മാർഗങ്ങൾ, ഈ പിഴച്ച വ്യത്യസ്തമായ മാർഗങ്ങൾ, ആ മാർഗങ്ങളിലേക്കൊക്കെ ആളുകളെ ക്ഷണിക്കാൻ അവിടെ ആളുകളുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അല്ലാഹു പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി, ഇതാണ് ശരിയായ മാർഗമെന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താണ്?
നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ കരുതുന്നത് എന്തായിരിക്കും? നമ്മൾ സത്യത്തിൻ്റെ ആളുകളാണ്, സത്യത്തിൻ്റെ മാർഗത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം അറിയാതെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും വഴിതെറ്റിപ്പോകുന്നുണ്ടാകും മോശമായ ചിന്താധാരകളിലേക്ക്. ഒന്നുകിൽ യൂട്യൂബിൽ കയറി ഏതെങ്കിലും നിരീശ്വരവാദിയുടെ സംസാരം കേൾക്കുന്നുണ്ടാകും, അത് അവിടെ നിന്ന് തെറ്റിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി, അതിനാ നേരത്തെ പറഞ്ഞത്, നമ്മളിങ്ങനെ പിഴച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം ബിദ്അത്തിന്റെ ആളുകളെ ശ്രവിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൽഹാദിന്റെ നിരീശ്വരവാദികളെ ശ്രവിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. അപ്പോൾ യൂട്യൂബിൽ കയറി നമ്മളിങ്ങനെ നിരീശ്വരവാദികളെ കേൾക്കുക, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകളെ കേൾക്കുക. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ തെറ്റായ മാർഗങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പിശാചിന്റെ കെണിയിൽ നാം അറിയാതെ പെട്ടുപോവുകയാണ്. ചില ആളെന്ത് പറയും? ഒന്ന് കേട്ട് നോക്കാം അവരെന്താ പറയുന്നത്. നമ്മുടെ ദീന് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നമ്മുടെ ദീന് വെച്ചിട്ട് ഒരു കാരണവശാലും അത് കളിതമാശയാക്കാൻ പാടില്ല. നമുക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാകാം, അഹ്ലുസുന്നയിൽപ്പെട്ട ദീന് പഠിച്ച ദീനി മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ യൂട്യൂബിൽ കയറി നിരീശ്വരവാദികളുടെയും മറ്റും കേട്ടു, അവസാനം നിരീശ്വരവാദത്തിലേക്ക് പോയി. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീം എന്നൊരു മാർഗം നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിൽ അതിൻ്റെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ ആ കെണിയിലകറ്റാൻ ധാരാളം പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വീണുപോകാൻ പാടില്ല. ഇപ്പോൾ ചില ആളുകൾ നല്ല മനഹജിലുണ്ടായിട്ടുണ്ടാകും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരെയും തബ്ദീഅ ചെയ്യുക, സകല ആളുകളും മുബ്തദിയാണെന്ന് പറയാം. ഇന്ത്യയിലുള്ള സലഫികൾ അല്ലെങ്കിൽ അഹ്ലുസുന്ന ഞങ്ങൾ മാത്രമാണ്, ബാക്കി എല്ലാവരും ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് പ്രഖ്യാപനം നടത്താം. അത് ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ്. വേറെ ചില ആളുകൾ പൊതു മുസ്ലിമീങ്ങളെ, എല്ലാ മുസ്ലിമീങ്ങളെ കുറിച്ചും, നമ്മുടെ നാട്ടിലുള്ള സകല മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല മുജാഹിദീങ്ങളും മുവഹിദീങ്ങളും എല്ലാവരും കാഫിരീങ്ങളാണെന്ന് പ്രഖ്യാപിക്കുക. എന്തടിസ്ഥാനത്തിൽ? ഈ പറഞ്ഞ ഫിത്നയിൽ അകപ്പെട്ടു. അപ്പോൾ ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. നമ്മെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ധാരാളം വഴികൾ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുണ്ട്. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കളെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, പ്രവാചകരെ, അവരെക്കുറിച്ച് താങ്കൾ നമുക്ക് പറഞ്ഞു തരണം. ഈ ലലാലത്തിൻ്റെ മാർഗത്തിലേക്ക്, വഴികേടിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ക്ഷണിക്കുക? നേർക്ക് നേർ ബാത്തിലുകൾ പറഞ്ഞാൽ, വിവരക്കേടുകൾ പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിഴച്ച മാർഗങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഹും മിൻ ജിൽദതിന, അവർ മുസ്ലിമീങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തനം. വയതകല്ലമൂന ബി അൽസിനതിന, അവർ പറയുന്നത് എന്തായിരിക്കും? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും അവരുടെ വാദവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ശരിയായ മാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന മാർഗങ്ങളെ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കണം. ഇത് നാം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല ആളുകളും ആ വിഷയത്തിൽ വലിയ വീഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരീശ്വരവാദികളുമായി ധാരാളം സംവാദങ്ങൾ നടത്തിയ ഒരു ഖുറാഫി ഉണ്ടായിരുന്നു, ഒരു മുബ്തദിഅ. ആ വ്യക്തി ധാരാളം സംവാദങ്ങൾ നടത്തി, നിരീശ്വരവാദികളുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തൗഹീദുള്ള ആളുകൾ വരെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരമിറക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുക. ഇത് പാടില്ലാത്തതാണ്. ബിദ്അത്തിന്റെ ആളുകളെ ശ്രവിക്കുക, അവരോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടം വരിക എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ജൂതന്മാരെക്കാളും ദീനിന് അപകടകാരികൾ അവരാണ്. അതുകൊണ്ട് നാം ഹക്കിൻ്റെ മാർഗത്തിലാണോ എന്നുള്ളത് എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അന്യായമായി ഒരാളെക്കുറിച്ച് നമ്മൾ പറയണം അയാൾ മുബ്തദിയാണ്, നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ ഹക്കിൻ്റെ മാർഗത്തിലാണോ? അതല്ല, അതിൽ നിന്ന് തെറ്റി അന്യായമായ ആളുകൾക്ക് ഇത്തരത്തിൽ വിധി നൽകുന്ന ഹദ്ദാദികളുടെ കൂട്ടത്തിൽ നാം പെട്ടുപോയിട്ടുണ്ടോ? നാം മനസ്സിലാക്കണം, നാം അത് ചിന്തിക്കണം. ഇനി നേരെ തിരിച്ചുമാകാം. ഈ പറഞ്ഞതുപോലെ അതിരുകവിന് പോയ ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം, ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റുന്ന മറ്റൊരു വിഭാഗം എന്താണ്? ഇസ്ലാമിൽ ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന എന്താണ്? മ്യൂസിക് ഹറാമാണ്, സംഗീതം ഹറാമാണ്. ആണും പെണ്ണും ഇടകലരുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്, അത് നമുക്കറിയാം. പക്ഷേ അതിൽ നിന്ന് തെറ്റി ആളുകൾ നമ്മോട് മ്യൂസിക്കിൻ്റെ വിധി എന്താ? അത് എപ്പോഴും ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, അത് സാഹചര്യം അനുസരിച്ച് മാറ്റം വരും. അതല്ലെങ്കിൽ ആണും പെണ്ണും
ഇടകലർന്ന് എന്തെങ്കിലും ഡാൻസ് കളിക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യാം. നമ്മൾ ആരോടൊന്ന് പറയും അല്ല. നമ്മുടെ ദീനിൻ്റെ നിലപാട് എന്താണോ എന്നുള്ളത് വ്യക്തമായി പറയുക. നമ്മുടെ ദീനിൽ അത് പാടില്ല. അതിൻ്റെ പേരിൽ നമ്മെ കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, നമ്മുടെ ദീനിൽ അത് പാടില്ല. അതാണ് സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അള്ളാഹുവിൻ്റെ ശരിയായ മാർഗം. അതിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന മാർഗങ്ങളെ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കുക. അതൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം കേൾക്കുന്ന പ്രസംഗങ്ങളാകാം, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളാകാം. ചുറ്റുപാടുകൾ നമ്മളിൽ സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം. നാലാമത്തെ കാര്യം, ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട നാലാമത്തെ കാര്യം, ഇങ്ങനെ വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ആ സംഘടനകളോട് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എല്ലാവരും ഹക്കിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, അവരെല്ലാവരെയും ഉപേക്ഷിച്ചേക്കുക, എല്ലാവരെയും ഉപേക്ഷിച്ചേക്കുക. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ കൂടെ തന്നെ നിൽക്കണമെന്നില്ല, മറിച്ച് ഹക്കിന് വേണ്ടി സംസാരിക്കാൻ പ്രവാചകനും സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് അതിനുവേണ്ടി പണിയെടുക്കാൻ നാം ശ്രമിക്കുക. അങ്ങനെ ഈ ഹദീസുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടിരുന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്കാണ് എന്ത് പറയുന്നത്? സലഫി എന്ന് പറയുന്നത്. ആ മാർഗത്തിനാണ് അൽ മൻഹജുസ് സലഫി എന്ന് പറയുന്നത്. ഇന്ന് പല സഹോദരങ്ങൾക്കും സാധാരണക്കാരിൽ പലർക്കുമൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. അത് നമ്മൾ നീക്കിക്കൊടുക്കണം. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തീവ്രവാദ പ്രസ്ഥാനം, അല്ലെങ്കിൽ ആളുകളോടൊക്കെ ആരോടും ചിരിക്കാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല. അല്ല, സലഫിയത്ത് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇനി ഒരാൾ പറയാണ് ഞാൻ സലഫി എന്ന് പറയൂല, മറിച്ച് ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതി. ആ ആശയമാണ് മുഖ്യം. ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ നാം മനസ്സിലാക്കുക. ഇത് ഞാൻ മുമ്പ് ഈ വിഷയത്തിൽ ദർസെടുത്ത സമയം ഞാൻ പറഞ്ഞിരുന്നു. ചില സഹോദരങ്ങൾക്ക് സംശയം വരും, എല്ലാവരും അതന്നെയല്ല പറയുന്നത്. അല്ല, എല്ലാവരും അതല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നേരത്തെ നാം പറഞ്ഞിരിക്കുന്ന സമസ്ത വിഭാഗം അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കുന്നത്? അവരിന്ന് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ സ്വഹാബത്തിൻ്റെ മാതൃകയുള്ളതാണോ? ആണോ? നേർച്ച ഇടപാടുകൾ, അല്ലെങ്കിൽ ജാറം കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയത്. ഹാഷിം നഈമി എന്ന് പറയുന്ന അവരുടെ ഒരു പണ്ഡിതൻ ഒരു കിതാബ് എഴുതി. വഴിതെറ്റിയവർക്ക് എന്തു പറ്റി എന്നാണ് കിതാബിൻ്റെ വിഷയം, അല്ലെങ്കിൽ കിതാബിൻ്റെ ഹെഡിങ്. അതിൽ അദ്ദേഹം പറയാണ്, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബ്ലീസിൻ്റെ പ്രമേയമാണ്. ആ വാക്കാണത്. ആ വാക്കിൽ ഇതേ മലയാളത്തിൽ ആ കിതാബിൽ എഴുതി വെച്ച കാര്യം. ഇപ്പോൾ ഖുർആനും സുന്നത്തും എല്ലാവരും പിൻപറ്റുന്നത്. ഇനി അതിനുശേഷമുള്ള ഒരു വിഭാഗം, ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ നേതാക്കന്മാരായ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ്, അവരുടെ വിശ്വാസം എന്താണ്? ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങുക അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലൈക്കും ബിസ്സംഇ വത്താഅ, നിങ്ങൾ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അവർക്കെതിരിൽ ഇറങ്ങുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? അല്ല. അപ്പോൾ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? ഖുർആനും സുന്നത്തും സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കുക. അതിനാണ് സലഫി എന്ന് പറയുന്നത്. ഈ ചില ആളുകളൊക്കെ അവർക്ക് വരാറുള്ളൊരു സംശയമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പേര് ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്നല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ സലഫി എന്ന് പറയുന്നത്? എന്താണ് അതിന് ഉത്തരം? യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ പേരെന്താ? മുസ്ലിമീങ്ങൾ എന്നാണ്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അള്ളാഹു നമുക്ക് നൽകിയ പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടതും എന്തായിരുന്നു? മുസ്ലിമീങ്ങൾ എന്ന പേരായിരുന്നു. പക്ഷേ പിന്നീട് പല ആളുകളും, ബിദ്അത്തിന്റെ ആളുകൾ, അവരും പറയാൻ തുടങ്ങി ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പോൾ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത്, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. വേർതിരിവുണ്ടാകണം. ബിദ്അത്തുകാരുടെ കൂടെ സഹകരിക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞ വാക്ക്, ജൂതന്മാരെക്കാളും ഇസ്ലാമിൻ്റെ അപകടകാരികൾ ബിദ്അത്തിന്റെ ആളുകളാണ്. കാരണം അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ അകത്ത് നിന്നാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന പേര് ബിദ്അത്തുകാരും സ്വീകരിച്ചപ്പോൾ അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര് നമ്മൾ സ്വീകരിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ അത്തരത്തിൽ ഉപയോഗിച്ചതായി ചില ആസാറുകളിൽ വന്നിട്ടുണ്ട്. ആസാറുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
ഖുർആനിലെ യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, പരലോകത്ത് ചില ആളുകളുടെ മുഖം പ്രകാശിക്കുകയും വേറെ ചില ആളുകളുടെ മുഖം കരിവാളിക്കുകയും ചെയ്യുമെന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തബിയല്ലു വുജൂഹു അഹ്ലിസ്സുന്ന, അഹ്ലുസുന്നയുടെ മുഖമാണ് പ്രകാശിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചതായി ചില ആസാറുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ അയ്യൂബ് അസ്സഖ്തിയാനി, മഹാനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു ഇന്നി ഉഖ്ബറു ബിമൗതി റജുലി മിൻ അഹ്ലി സുന്ന വകഅന്നി അഫ്ഖിദു ബഅദ അഅളാഇ. ഇമാം ഇബ്നു മഈൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി മർറൂസി ഉദ്ധരിച്ചതായി നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ എവിടെയെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതെനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഞാനാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അഹ്ലുസുന്ന എന്ന പ്രയോഗം ആര് നടത്തിയിട്ടുണ്ട്? താബിഈങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ സഹാബത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ട്. അഹ്ലുസുന്ന എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണോ? അല്ല. നമ്മെ വിമർശിക്കുന്ന ആളുകൾ, സലഫി എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് പറയുന്നുണ്ടാകും? അഹ്ലുസുന്ന എന്ന പേര് അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും അവർ ഉപയോഗിക്കാൻ പാടില്ല. ആദ്യ കാലഘട്ടത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ വന്നപ്പോഴാണ് അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിച്ചു വന്നത്. പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര് മോശമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അഹ്ലുസുന്ന അസ്സലഫിയ എന്ന പേര് സ്വീകരിച്ചത്, അല്ലെങ്കിൽ സലഫുകളിലേക്ക് ചേർത്തുകൊണ്ട് പറയാൻ വേണ്ടി ആരംഭിച്ചത്. ഇവിടെ സലഫികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അൽ മൻഹജുസ് സലഫി എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അത് പറയുന്നത്. അബൂ സഅദ് അസ്സമആനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അൻസാബിൽ പറഞ്ഞു, സലഫി എന്ന് പറഞ്ഞാൽ അന്നിസ്ബത്തു ഇല സലഫ്, മുൻഗാമികളിലേക്ക് ചേർത്ത് പറയുന്നത്, അഥവാ മുൻഗാമികളുടെ മാർഗത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് സലഫി എന്ന പദത്തിന്റെ അർത്ഥം. അപ്പം ഞാൻ സലഫിയാണെന്ന് പറഞ്ഞാൽ ഞാൻ മുൻഗാമികളുടെ മാർഗത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ വിശ്വാസം അനുസരിച്ച് വിശ്വസിക്കുന്നവരാണ്, അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് ഞാൻ സലഫിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പം മുൻഗാമികൾ അതാരാണ്? ആരൊക്കെയാണ് ഈ മുൻഗാമികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ, ഖൈറുക്കും ഖർനി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ കാലഘട്ടത്തിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ളവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ളവർ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനുശേഷം വരുന്ന ആളുകൾ അവർക്കിടയിൽ വഞ്ചനയുണ്ടാകും, വാക്കുപാലിക്കാത്ത സ്വഭാവം ഉണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സലഫിയത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൻഹജുസ് സലഫ്, അവരുടെ മാർഗം നാം പിൻപറ്റണം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം പെടുന്നത് ആരാണ്? സഹാബികളാണ്. സഹാബത്തിൻ്റെ മാർഗം നാം മുറുകെ പിടിക്കുക. സഹാബത്തിൻ്റെ മാർഗം നമുക്ക് തെളിവാണോ? തെളിവാണ്. സഹാബത്തിൻ്റെ മാർഗം നമുക്ക് തെളിവാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ ലളിതമായി പറയാം, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം എല്ലാ സഹാബികളും സ്വീകരിച്ചു, അങ്ങനെയാണെങ്കിൽ അത് തെളിവാണെന്ന വിഷയത്തിൽ സംശയമില്ല, അത് ഇജ്മാഅായി പരിഗണിക്കും. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് ആളുകൾക്കിടയിൽ പ്രചാരണത്തിലുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ അതും എന്താണ്? ശരിയായ അഭിപ്രായം അനുസരിച്ച് അത് തെളിവാണ്. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു ആ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല, ആ അഭിപ്രായം സ്വീകരിക്കില്ല എന്ന വിഷയത്തിൽ ഉലമാക്കൾ ഏകോപിച്ചു, അങ്ങനെയാണെങ്കിൽ അത് തെളിവാണോ? അത് തെളിവല്ല. അതിനാർക്കും ഒരു ഉദാഹരണം പറയാൻ പറ്റാം? അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആലിപ്പഴം കഴിച്ചാൽ നോമ്പ് മുറിയില്ല. നോമ്പുകാരനായിരിക്കെ മഴ വർഷിക്കുമ്പോൾ ഇറങ്ങുന്ന ആലിപ്പഴം അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു. ചില സഹാബികൾ അദ്ദേഹത്തെ എതിർത്തു, പക്ഷെ അദ്ദേഹം പറയാറുണ്ട് അത് ഭക്ഷണമോ പാനീയമോ അല്ല. ഇപ്പം ഇവിടെ ഇബ്നു സലാഹ് റഹിമഹുല്ലാ ശർഹ് മുഷ്കിലിൽ വസീയത്തിൽ പറഞ്ഞു, ഉലമാക്കൾ ഇജ്മാഅ് ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ തൽഹയുടെ അഭിപ്രായം സ്വീകാര്യമല്ല എന്നത്. അപ്പം അവിടെ അതെന്തല്ല? തെളിവല്ല. അവിടെ അത് തെളിവല്ല. അതല്ലാതെ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ദീനിൽ തെളിവാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സഹാബിയിൽ നിന്നൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ എതിർക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. ഇനി സഹാബികൾക്കിടയിൽ രണ്ടഭിപ്രായം വന്നു, രണ്ടഭിപ്രായങ്ങൾ സഹാബികൾക്കിടയിൽ വന്നു, അങ്ങനെയാണെങ്കിൽ ഏതാണോ തെളിവിനോട് കൂടുതൽ യോജിച്ചത് അത് നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഖുഫ് തടവുന്ന വിഷയം. ഖുഫ് എവിടെയാണ് തടവേണ്ടത്? മുകൾ ഭാഗത്താണ്. ഒരാൾ മുകൾ ഭാഗത്തിൻ്റെ കൂടെ താഴ്ഭാഗം തടവി, അനുവദനീയാണോ?
അനുവദനീയാണ്. കാരണം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് തെളിവാണ്, നമുക്ക് അത് തെളിവാണ്. ഒരാളത് ചെയ്യുകയാണെങ്കിൽ അനുവദനീയാണ്. ഇനി ഒരാൾ മുകൾ ഭാഗം മാത്രം തടവി, അത് അനുവദനീയാണ്. പക്ഷെ ഞാൻ പറയുന്നത് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നാൽ അതിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനഹജിൽപ്പെട്ടതാണ്, അഹ്ലുസുന്നയുടെ മനഹജിൽപ്പെട്ടതാണ്. ഇനി ഒരു വ്യക്തിക്ക് ഫിഖ്ഹിയായ മസല പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുകൾ ഭാഗത്ത് തടവലാണ് ശരിയെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. പക്ഷേ താഴെ തടവണം അല്ലെങ്കിൽ തടവാം എന്ന് പറയുന്നവരെ വിമർശിക്കാനുള്ള അനുവാദമില്ല. അത് പറഞ്ഞു കൊടുക്കാം, എനിക്കിങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്, ഇതാണ് ശരിയെന്ന് തോന്നുന്നത്, ഇതൊക്കെ പറയാം. പക്ഷെ അത് വിമർശിക്കുക, അതിൻ്റെ പേരിൽ ദേഷ്യം വെക്കുക, അതൊരിക്കലും പാടില്ല. അതുപോലെ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈയാണോ വെക്കേണ്ടത് മുട്ടാണോ വെക്കേണ്ടതെന്ന വിഷയം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് ആദ്യം വെക്കേണ്ടത് കൈകളാണ്. ഒരു വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? തർക്കിക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ പരസ്പരം ബന്ധവിച്ഛേദനം ഉണ്ടാകാൻ പാടില്ല. ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ, ദീന് വിശാലമാക്കിയ കാര്യത്തിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നമുക്ക് ആശയ സംവാദം നടത്താം. നമ്മുടെ ഭാഗം നമുക്ക് പറയാം, അവരുടെ ഭാഗം നമ്മൾ കേൾക്കാം. അതല്ലാതെ അതിൻ്റെ പേരിൽ തർക്കിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ പ്രമാണങ്ങളിൽപ്പെട്ടതാണ് സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പോൾ സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സഹാബി അന്ധമായി പിൻപറ്റുക എന്നതാണ് ഉദ്ദേശം? അല്ല. സഹാബികൾക്ക് പിഴവ് പറ്റൂലേ? പറ്റുമോ? സഹാബികൾക്ക് തെറ്റുപറ്റുമോ? തെറ്റുപറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ ഫതാവ അൽ മുസ്രിയയിൽ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഏതൊരാൾക്കും പിഴവ് പറ്റുകയില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ പിഴച്ചവനാണ്. ഏതൊരാൾക്കും, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പിഴവും പറ്റില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ഇസ്മത്ത് എന്നുള്ളത്, പാപത്തിൽ നിന്ന് മുക്തമാവുക എന്നുള്ളത് അമ്പിയാക്കൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അമ്പിയാക്കൾക്കും മാത്രമുള്ള പ്രത്യേകതയാണ്. തയ്യിബ്. അപ്പോൾ സഹാബത്തിനെ നാം പിൻപറ്റുക, അതാണ് മൻഹജുസ് സലഫ് എന്ന് പറയുമ്പോൾ ഒന്നാമതായി വരുന്ന വിഷയം. സഹാബത്തിനെ നാം പിൻപറ്റുക. സഹാബികൾ കഴിഞ്ഞാൽ അതിനുശേഷം അതിൽ ഉൾപ്പെടുന്നത് ആരാണ്? താബിഈങ്ങളാണ്. താബിഈങ്ങളാണ്. താബിഈങ്ങളെ പിൻപറ്റുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ താബിഈങ്ങളുടെ വിഷയം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളും അതുപോലെ തന്നെ മുഹാജിരീങ്ങളും ആയ സഹാബികൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി നൽകിയിരിക്കുന്നു. ശേഷം അള്ളാഹു ഒരു ഉപാധി പറഞ്ഞു, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല കാര്യങ്ങളിൽ അവരെ പിൻപറ്റിയവരും, അല്ലെങ്കിൽ ഇഹ്സാനോടുകൂടി നല്ല എന്താ പറയുക, താബിഈങ്ങളിൽ നിന്ന് ആരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ശരിയായ മനഹജിലുള്ള ആളുകൾ. മനസ്സിലായോ? ശരിയായ മാർഗം സ്വീകരിച്ച ആളുകൾ. താബിഈങ്ങൾക്കിടയിൽ മോശപ്പെട്ടവരുണ്ടായിരുന്നില്ലേ? താബിഈ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബത്തിനെ കണ്ടവർ, സഹാബത്തിൻ്റെ കൂടെ ജീവിച്ച് സഹാബത്തിനെ കണ്ട ആളുകൾ. അവരിൽ മോശപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അൻസാരികളും മുഹാജിരിങ്ങൾക്കും അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. എന്നാൽ താബിഈങ്ങളുടെ വിഷയം വന്നപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? വല്ലദീന തബഊഹും, സഹാബികളെ പിൻപറ്റിയവർക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. എങ്ങനെ പിൻപറ്റിയവർ? ബിഇഹ്സാൻ, നല്ല മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ. നല്ല മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, മൻഹജുസ് സലഫ് എന്ന് പറയുമ്പോൾ, മുൻഗാമികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുൻപേ കഴിഞ്ഞു പോയ എല്ലാവരും അല്ല ഉദ്ദേശം, മറിച്ച് പ്രധാനമായി അതിൽപ്പെടുന്നത് സഹാബികളാണ്. അതുപോലെ തന്നെ താബിഈങ്ങളുമാണ്. അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് നാം എന്ത് പറയുന്നത്? സലഫിയാണ് എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ലാ ഐബ അലാ മൻ അൽഹറ മൻഹജസ് സലഫ് വഅതസാ ഇലൈഹി വൻതസബ ഇലൈഹി ബൽ യജിബു ഖബൂലു ദാലിക ബിൽ ഇത്തിഫാഖ്. സലഫികളിലേക്ക് അല്ലെങ്കിൽ സലഫുകളിലേക്ക് ചേർത്ത് പറയുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല, മറിച്ച് അത് നല്ല കാര്യമാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു കാര്യം, ഈ വ്യക്തികളെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അവൻ സലഫിയാണ് എന്ന വിശേഷണം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? വഹാബിയോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ലാഹ് ദാറഖുത്നിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ
ഇമാം ദഹബി റഹിമഹുല്ല ദാറഖുത്നിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു കാന സലഫിയൻ, അദ്ദേഹം സലഫിയായിരുന്നു. അതുപോലെ തന്നെ ഇമാം ദഹബി റഹിമഹുല്ല ഇബ്നു അബ്ദുൽ ബർറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു കാന സലഫിയൽ ഇഅ്തിഖാദ്, അദ്ദേഹം സലഫി അഖീദ സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാമിൽ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ ആമുഖം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, മുമ്പേ അറിയുന്ന കാര്യങ്ങളാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്ന്, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവുക തന്നെ ചെയ്യും. രണ്ടാമത്തേത്, ഭിന്നിപ്പുണ്ടായി വ്യത്യസ്ത കക്ഷികൾ അവരടങ്ങിയിരിക്കുന്നവരല്ല, അവർ നമ്മെ ദലാലത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം ശ്രമിക്കണം. മൂന്നാമത്തേത്, ഈ പിഴച്ച കക്ഷികളിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, അവരെല്ലാവരെയും ഉപേക്ഷിച്ചേക്കുക എന്ന പ്രവാചകന്റെ അധ്യാപനം. അതുപോലെ ആ മാർഗത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കാണ് എന്ത് പറയുന്നത്? സലഫി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്നൊരാൾ പറയാണ് ഞാൻ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ആരാണ്? സലഫിയാണ്. അവൻ ആ പേര് വിളിച്ചാലും ഇല്ലെങ്കിലും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ സക്കരിയ സലാഹി റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് ചില ആളുകൾ, ദഅവത്തിൻ്റെ മേഖലയിലുള്ള ചില ആളുകൾ പറയും അദ്ദേഹം സലഫിയാണെന്ന് നമ്മൾ അംഗീകരിക്കില്ല. അപ്പോൾ ആരുടെയും അംഗീകാരം വേണം ഒരാൾ സലഫിയാകാൻ? അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടതിൽ നിന്നെന്താ മനസ്സിലായത്? സലഫിയാവുക എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഫഹ്മു സലഫ് അനുസരിച്ച്, സഹാബത്തിൻ്റെ മനഹജ് അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. അതിലേക്ക് ചേർത്തി പറയുന്ന പേരാണ് അബൂ സഅദ് അസ്സമഅനി പറഞ്ഞതുപോലെ അസ്സലഫി, അങ്ങനെ ജീവിക്കുന്ന ഒരാൾ. ഒരു വ്യക്തി പറയാണ് സക്കരിയ സലാഹി സലഫിയായിരുന്നു. കാരണം അദ്ദേഹം ഇവിടെ ജീവിച്ചത് നമുക്കറിയാം. തൗഹീദിന് വേണ്ടി പരിശ്രമിച്ച്, തൗഹീദിന് വേണ്ടി പണിയെടുത്ത് സുന്നത്ത് പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ടാവുന്ന നിലയിൽ പരിശ്രമിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ചില പിഴവുകൾ വന്നപ്പോഴൊക്കെ അത് തിരുത്തപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും സന്തോഷത്തോടെ ഏത് വിഷയം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മൻഹജുസ് സലഫിലായി അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് സലഫി എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു അദ്ദേഹത്തെ സലഫിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പം സലഫിയത്ത് ഒരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നൂരിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കെങ്കിലും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ? ആർക്കുമില്ല, ഒരാൾക്കുമില്ല. അപ്പം നമ്മുടെ കൂടെ ഒന്നും ഇവിടെ ഇരിക്കാത്ത ഒരാൾ രാവിലെ നിസ്കരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കാൻ പോകുന്നു, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു, സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു, സഹാബത്തിൻ്റെ ആധാറുകളെ ബഹുമാനിക്കുന്നു, അവൻ്റെ വീട്ടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്തിരുന്നാലും അവൻ ആരാണ്? സലഫിയാണ്. ആ വാക്ക് പറയുന്നോ ഇല്ലോ എന്നതല്ല കാര്യം. പക്ഷേ സലഫിയത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതൊരു മൻഹജാണ്. അതല്ലാതെ ആരെങ്കിലും ചാർത്തി കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു മാറ്റേണ്ടതോ അല്ല. ഇപ്പം സലഫിയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ സലഫി അല്ല എന്ന് പറയുന്നത് ഗുരുതരമായ പാപമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി ഇമാം ഖല്ലാൽ അദ്ദേഹത്തിൻ്റെ അസ്സുന്നയിൽ പറയുന്നതായി കാണാം, ഇഖ്റാജുർ റജുലി മിനസ് സുന്നതി ഷദീദ്, ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കുക, സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് അതിഗൗരവമായ കാര്യമാണ്. ഇമാം ദാരിമി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, ലാ യജൂസു ലിറജുലിൻ അൻ യൻസിബ റജുലൻ ഇലാ ബിദ്അ ബിഖൗലിൻ ഔ ഫിഅലിൻ ഹത്താ യസ്തൈഖിൻ അന്ന ഖൗലഹു ദാലിക വഫിഅലഹു ബാതിലുൻ ലൈസ കമാ യഖൂൽ. ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ബിദ്അത്തിന്റെ ആളാണ് എന്ന് പറയാൻ പാടില്ല, വ്യക്തമായ തെളിവുകൾ സ്ഥാപിക്കാത്ത കാലത്തോളം ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇമാം അദ്ദാരിമി റഹിമഹുല്ല പറയുന്നതായി അദ്ദേഹത്തിന് റദ്ദു അലൽ ജഹ്മിയ്യ എന്ന കിതാബിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. സലഫി ആവുക എന്ന് പറയുന്നത് ഈ ഉസൂലുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആരെങ്കിലും ഒരു വ്യക്തിയെ സലഫിയ അംഗീകരിച്ച് അയാൾക്ക് നിങ്ങൾ ഇനി മുതൽ സലഫിയാണെന്ന് പറഞ്ഞ് ഒരു പട്ടം ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ആ മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരുത്തനും അവൻ സലഫിയാണ്. ഈ വിഷയം നമ്മൾ വ്യക്തമായ ശ്രദ്ധയിലുണ്ടാകണം. ഒരു കാരണവശാലും അന്യായമായി ഒരാളെക്കുറിച്ച് അയാൾ സലഫി അല്ല എന്ന നിലയിൽ നമ്മൾ പറയാൻ പാടില്ല. വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് വരെ ഇനി ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അയാൾ സലഫി അല്ല എന്ന്, അയാൾ സലഫി അല്ലാതെ ഇരിക്കുമോ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ സലഫിയാണ്. സഹാബത്തിൻ്റെ ഫഹമിന് അവൻ മുൻഗണന നൽകുന്നുവെങ്കിൽ അവൻ സലഫിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അപ്രകാരം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവർ ഫേസ്ബുക്കുകളിലും മറ്റും നിങ്ങൾക്കറിയുന്ന ചില ആളുകൾ തന്നെ അവർ എന്തു പറയും? അവർ സലഫികളാണെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഖുർആനും സുന്നത്തും
ഫഹ്മുസ് സലഫും യഥാരീതിയിൽ പാലിക്കുന്നവരായിരിക്കോ? അല്ല. മറിച്ച് ഉസൂലുകളിൽ അവർക്ക് പ്രശ്നമുണ്ട്. ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാം എന്ന അഭിപ്രായം അവർ സ്വീകരിക്കുന്നു. എന്നിട്ട് അവൻ പറയും അവൻ സലഫിയാണ്. എന്നിട്ട് അവർ പറയും അവരുടെ സംസാരങ്ങളിൽ അവർ സലഫിയാണ്. അവർ സലഫികളല്ല. കാരണം ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് ശർഹ് സുന്നയിൽ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ സുന്നത്തിന്റെ വക്താവാണ്, സലഫിയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ വ്യക്തിയിൽ സുന്നത്തിന്റെ അടിസ്ഥാന ഉസൂലുകൾ ഉണ്ടായിരിക്കണം. ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് ബിദ്അത്തുകാരുടെ അടയാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വ്യക്തി സലഫിയാണെന്ന് പറഞ്ഞ്, നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയാം, സലഫിയാണെന്ന് പറഞ്ഞ് ഈ എഴുതി ധാരാളം കാര്യങ്ങൾ സലഫിയത്തിനെതിരിൽ എഴുതുന്ന വ്യക്തി, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നോക്കുക, സയ്യിദ് ഖുതുബിനെ കുറിച്ച് എന്താ അഭിപ്രായം? സയ്യിദ് ഖുതുബ് വലിയ ഇമാമാണ്. എന്നിട്ട് ഇവൻ പറയുന്നു ഇവൻ സലഫിയാണ്. സയ്യിദ് ഖുതുബ് എങ്ങനെയാണ് അഹ്ലുസുന്നന്റെ ഇമാമാവുക? സയ്യിദ് ഖുതുബ് എന്ന് പറയുന്ന ഇഖ്വാനികളുടെ നേതാവ് അല്ലെങ്കിൽ ഇഖ്വാനികളുടെ സ്ഥാപകൻ, എങ്ങനെയാണ് അദ്ദേഹം അഹ്ലുസുന്നയുടെ നേതാവാവുക? അദ്ദേഹത്തിനൊരു കിതാബുണ്ട് അത്തസ്വീറുൽ ഫന്നി എന്ന പേരിൽ. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ലാസ്റ്റ് അവർ നടത്തിയിരിക്കുന്ന ചില പ്രക്ഷോഭങ്ങളിൽ, പ്ലക്കാർഡുകളിൽ സയ്യിദ് ഖുതുബിന്റെ ഫോട്ടോയുമായി നടന്നിരുന്നു. ഇസ്ലാമിനെ സഹായിക്കുന്നു എന്ന പേരിൽ സയ്യിദ് ഖുതുബിന്റെ ഫോട്ടോയുമായി നടന്നു. ആരായിരുന്നു സയ്യിദ് ഖുതുബ്? അദ്ദേഹത്തെ ഇമാമായി അംഗീകരിക്കാൻ മാത്രം എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ക്വാളിറ്റികൾ? അദ്ദേഹത്തിന്റെ തസ്വീറുൽ ഫന്നി എന്ന കിതാബിൽ 200-ാമത്തെ പേജിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹം ചീത്ത പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ. എന്നിട്ട് ഇവൻ പറയുന്നു സയ്യിദ് ഖുതുബ് ഇമാമാണ്. ളിലാലുൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ 1-ാം വാള്യത്തിലെ 38-ാമത്തെ പേജിൽ പറയുന്നു പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇമാം അഹ്മദ് എന്താ പറഞ്ഞത്? ആരെങ്കിലും ഖുർആനിന്റെ വിഷയത്തിൽ ജഹ്മിയാക്കളുടെ വാദം പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇമാം അഹ്മദിന്റെ വാക്കാണ്, ഇമാം അഹ്മദ് പറഞ്ഞ വാക്കാണ്. എന്നിട്ട് സയ്യിദ് ഖുതുബ് ളിലാലുൽ ഖുർആനിൽ സ്ഥാപിക്കുന്ന ആശയം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്ന കിതാബിൽ 206-ാമത്തെ പേജിൽ പറയുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് ഉസ്മാനിനേക്കാൾ ഇസ്ലാമുമായി കൂടുതൽ അടുത്തവർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ വധിച്ചവർ, ആ പ്രശ്നമുണ്ടാക്കിയ കലാപകാരികൾ, അവരാണ് ഉസ്മാനിനേക്കാൾ ഇസ്ലാമുമായി അടുത്തവരെന്ന് സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഈ സയ്യിദ് ഖുതുബിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം ഇമാമാണ്. എന്നിട്ട് ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ഇടുന്നു അവൻ സലഫിയാണ്. അവൻ സലഫിയല്ല. ബർബഹാരി പറഞ്ഞതുപോലെ സുന്നത്തിന്റെ ഉസൂലുകളിൽ പിഴവ് വന്നവനാണ് അവൻ. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ ഉസൂലുസ് സുന്നയിൽ പറഞ്ഞതായി കാണാം, സഹാബത്തിനെ ചീത്ത പറയുന്നവൻ മുബ്തദിഅാണ്, അവൻ ബിദ്അത്തുകാരനാണ്, അവൻ ഒരിക്കലും സലഫിയല്ല, അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല. അപ്പൊ സയ്യിദ് ഖുതുബിനെ പുകഴ്ത്തുന്നവൻ എങ്ങനെയാ സലഫിയാവുക? സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ കുതുബുൻ വ ശഖ്സിയാത്ത് എന്ന കിതാബിൽ പറയുന്നതായി കാണാം, മുആവിയ റളിയല്ലാഹു അൻഹും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നു അവർ വഞ്ചകരായിരുന്നു, കളവ് പറയുന്നവരായിരുന്നു, കപടവിശ്വാസികളായിരുന്നു. ഈ സഹാബത്തിനെ കുറിച്ച് മുആവിയ അബൂ സുഫ്യാനിനെ കുറിച്ച്, പ്രവാചകന്റെ ഭാര്യയുടെ വാപ്പയെ കുറിച്ച് പറയുന്നു മാ നഫദൽ ഇസ്ലാമു ഇലാ ഖൽബി ദാലിക റജുൽ, അയാളുടെ മനസ്സിൽ ഇസ്ലാം പ്രവേശിച്ചിരുന്നില്ല. മുആവിയെ ചീത്ത പറയുന്നവൻ, അംർ ഇബ്നുൽ ആസിനെ ചീത്ത പറയുന്നവൻ, അബൂ സുഫ്യാനിനെ കുറ്റം പറയുന്നവൻ, മൂസ അലൈഹിസ്സലാമിനെ കുറ്റം പറയുന്നവൻ, അവനെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇമാമാവുക? അവനെ എങ്ങനെയാണ് ഒരു സലഫിക്ക് അംഗീകരിക്കാൻ സാധിക്കുക? അപ്പം അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളെ സലഫിയത്തിലേക്ക് കൊണ്ടുവരലും സലഫിയത്തിൽ നിന്ന് പുറത്താക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, മറിച്ച് ആ സ്വീകരിക്കുന്ന മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വീകരിക്കുന്ന മൻഹജ് എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഗൗരവത്തിൽ നാം കാണണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി സയ്യിദ് ഖുതുബിനെ ഇങ്ങനെ വലിയൊരു പുണ്യപുരുഷനായി കൊണ്ടു നടക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിന് കാണിച്ചിരിക്കുന്ന ദ്രോഹം എത്രമാത്രമാണ്. അദ്ദേഹം ജുമുഅ നിസ്കരിക്കാൻ പോകാറില്ലായിരുന്നു. ചോദിച്ചാൽ എന്ത് പറയും? ഈ ആളുകളൊക്കെ കാഫിരീങ്ങളാണ്. മനാബിറുകളിൽ ബാങ്ക് വിളിച്ചാൽ പോലും ഇവരൊക്കെ കാഫിരീങ്ങളാണ് എന്ന് സയ്യിദ് ഖുതുബ് പറയാറുണ്ട്. മുസ്ലിമീങ്ങളെ ഒന്നടങ്കം തക്ഫീർ നടത്തിയ വ്യക്തിയാണ് സയ്യിദ് ഖുതുബ്. ഇത്രയും മോശപ്പെട്ട വാദം സ്വീകരിച്ച ആ വ്യക്തിയെ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി കൊണ്ട് നടക്കുന്നു. എന്താണ് കാരണം? അവരുടെ സംഘടനയുടെ നേതാവാണ് എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവർ മാനദണ്ഡമാക്കിയത് ഖുർആനും സുന്നത്തുമാണോ? അല്ല, മറിച്ച് സംഘടനയുടെ നേതാവാണ്, എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാം. എന്നാൽ അഹ്ലുസുന്നക്ക് അങ്ങനെ ഒരു നിലപാടില്ല.
അഹ്ലുസുന്നയുടെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് തെറ്റുപറ്റിയ വിഷയങ്ങളിൽ അഹ്ലുസുന്ന പറയും ഇമാം അഹ്മദിന് തെറ്റുപറ്റി, അത് സ്വീകാര്യമല്ല. അഹ്ലുസുന്നയുടെ ഇമാമായ ഇബ്നു തൈമിയക്ക് തെറ്റുപറ്റിയാൽ അഹ്ലുസുന്ന പറയും ഇബ്നു തൈമിയക്ക് ആ വിഷയത്തിൽ പിഴവ് സംഭവിച്ചു, അത് സ്വീകരിക്കാൻ പാടില്ല. അഹ്ലുസുന്ന മറുപടിയും പറയും. പക്ഷേ ആ പിഴവിൽ പിൻപറ്റുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സയ്യിദ് ഖുത്ബിനെ ന്യായീകരിക്കുന്നവർ, അതിൽ ചില ആളുകൾ പറയുന്ന വലിയൊരു കോമഡിയുണ്ട്. അവർ പറയും അത് സയ്യിദ് ഖുത്ബിനെ അറിയാതെ പറഞ്ഞതായിരുന്നു. അറിയാതെ പറഞ്ഞതല്ല. മഹ്മൂദ് ഷാക്കിർ റഹിമഹുല്ല സയ്യിദ് ഖുത്ബിന് നസീഹത്ത് നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹ്മൂദ് ഷാക്കിറിനെ പരിഹസിച്ചു. മഹ്മൂദ് ഷാക്കിറിനെ അദ്ദേഹം പരിഹസിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിന്റെ വലിപ്പം നാം മനസ്സിലാക്കണം. സലഫിയത്തിലാവുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. കാരണം സലഫിയത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. ഇത് സഹാബത്തിന്റെ മാർഗമാണ്. അവരുടെ മാർഗത്തിലാണ് അൽഹംദുലില്ലാഹ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാർഗത്തിലാണ്. അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അവരുടെ ആചാരമാണ് നമ്മുടെ ആചാരങ്ങൾ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം നാം മനസ്സിലാക്കുക. മറ്റുള്ളവരെ ആരോപിക്കുന്നതിന് മുമ്പ്, അവർ സലഫിയല്ല അല്ലെങ്കിൽ അവരെ തബ്ദീഅ് ചെയ്യുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുകയും ചെയ്യുക. അപ്രകാരം സലഫിയത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ ഫിത്നകളിൽ പെട്ടതാണ് വ്യക്തികളിലേക്ക് ക്ഷണിക്കുക. ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ മുൻനിർത്തി വെക്കും. സൗദിയിലുള്ള ഷെയ്ഖന്മാരാണെങ്കിലും യമനിലുള്ള മശായിഖന്മാരാണെങ്കിലും അവരെ മുമ്പിലാക്കി വെക്കും. എന്നിട്ട് എന്ത് പറയും? ആ ഷെയ്ഖ് പറയുന്നതൊക്കെ കേൾക്കുക. അദ്ദേഹമാണ് അഹ്ലുസുന്നയിൽ നിന്ന് ഏറ്റവും വലിയ ആലിം. അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാൽ അത് സ്വീകരിക്കണം. അങ്ങനെ ഒരു രീതി അഹ്ലുസുന്നക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ആ രീതി അഹ്ലുസുന്നക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ ഒരുവൻ തയ്യാറായാൽ അവനാണ് സലഫി. അതിന് പ്രത്യേകിച്ച് ഒരു നാടുമായി അല്ലെങ്കിൽ ഒരു പണ്ഡിതനുമായി അതിന് ബന്ധമില്ല. അഹ്ലുസുന്നക്ക് അതിൻ്റെ ഉലമാക്കളുണ്ട്. അവർ മനുഷ്യരാണ്. അവർക്ക് തെറ്റുകൾ സംഭവിക്കും. അവർ പറയുന്നതിൽ ഖൈറുണ്ടാകും. അതല്ലാതെ ഇന്ന് ഷെയ്ഖ് പറയുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുക, അല്ലെങ്കിൽ സൗദിയിലെ ഇന്ന പണ്ഡിതനെ ആരെങ്കിലും തള്ളിയാൽ അവൻ സലഫിയത്തിൽ നിന്ന് പുറത്ത്, യമനിലെ ഇന്ന പണ്ഡിതൻ ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ അവൻ സലഫിയത്തിൽ നിന്ന് പുറത്ത് എന്നൊരു രീതി ഇസ്ലാമിന് പരിചയമില്ല. എന്ന രീതി അഹ്ലുസുന്നക്ക് പരിചയമില്ല. അങ്ങനെ ആളുകളുടെ മൻഹജൊക്കെ അളക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ഇമാം അഹ്മദിനെ പോലെ. ഇമാം അഹ്മദിനെ വെച്ച് ആളുകളെ അളക്കാറുണ്ട്. ഇമാം അഹ്മദിനെ സ്വീകരിക്കുന്നവൻ സുന്നി, അദ്ദേഹത്തെ സ്വീകരിക്കാത്തവൻ മുബ്തദിഅ. അതല്ലാതെ ഇന്ന് ജീവിക്കുന്ന ചില ഉലമാക്കളെ വെച്ചുകൊണ്ട് ആരെങ്കിലും ഞാൻ ഇന്ന ആലിമിന്റെ കേൾക്കില്ല, ഇന്ന ആലിമ് പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവനെ അഹ്ലുസുന്നയിൽ നിന്ന് കുറ്റം പുറത്താക്കുക. അഹ്ലുസുന്നയും അഹ്ലുസുന്ന അല്ലാത്തവരും തമ്മിലുള്ള വേർതിരിവുകൾ പറയുമ്പോൾ എന്ത് പറയും? ഇന്ന ആലിമിനെ അവർ കുറ്റം പറയുന്നു, ഇന്ന ആലിമിനെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇമാം അഹ്മദിന്റെ തെറ്റുപറ്റി എന്ന് പറയുന്നില്ലേ മസായിലുകളിൽ? ഇമാം ഷാഫിഈക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നില്ലേ മസായിലുകളിൽ? അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളിലേക്കുള്ള ക്ഷണം, ഏതെങ്കിലും രാജ്യത്തേക്കുള്ള ക്ഷണം അതൊരിക്കലും സലഫി ദഅവത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദഅവത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ പറഞ്ഞതായി കാണാം, അദ്ദഅവത്തു സലഫിയ്യ, സലഫി ദഅവത്ത് എന്ന് പറയുന്നത് ലാ തതഅറഫു ഇത്ലാഖൻ അലാ അയ്യി തഹസ്സുബ്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്ന് സലഫി ദഅവത്ത് പരിചയപ്പെടുത്തുന്നില്ല. വലൗ ഖാമ ബിഹി അക്ബറു റജുലിൻ ആലിമിൻ ഫി ദഅവത്തി സലഫിയ്യ, സലഫി ദഅവക്ക് വേണ്ടി ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയാണ് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. ഫബിമുജറദി മാ യദ്ഉ ഇല തഹസ്സുബി വത്തകത്തുൽ, അദ്ദേഹവുമായി ചേർന്ന് നിൽക്കണം എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ബദഅൽ ഇൻഹിറാഫു അനിൽ ഖത്തിൽ മുസ്തഖീം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്രവാചകൻ ശരിയായ മാർഗം എന്ന് പറഞ്ഞൊരു വര വരച്ചത്, ആ വരയിൽ നിന്ന് തെറ്റിപ്പോയവനാണ് അവനെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നതായി അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ സലഫി ദഅവത്തിനെ ഏതെങ്കിലും ഒരു നാടുമായോ ഏതെങ്കിലും ഒരു വ്യക്തിയുമായോ കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമികമായ രീതിയല്ല. അങ്ങനെ ഒരു രീതി വന്നാൽ അതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്, അതിനാണ് കക്ഷിത്വം എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന് അന്യമാണ്. അത് സലഫി എന്ന പേരിലല്ല, ഇസ്ലാം അംഗീകരിച്ച പേരാണെങ്കിൽ പോലും. ഇപ്പൊ ഖുർആനിലും അല്ലെങ്കിൽ ഹദീസുകളിലൊക്കെ വന്ന പേരാണല്ലോ അൻസാരികളും മുഹാജിരിങ്ങളും, അല്ലേ? നിങ്ങൾക്കറിയാം, ദീൻ അംഗീകരിച്ചിരിക്കുന്ന പേരാണ്, ശർഈയായ പേരുകളാണ്. ഒരിക്കൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചില ആളുകൾ ഇരിക്കുകയായിരുന്നു. ഒരു സഹാബി
അല്ലെങ്കിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി മുഹാജിറായ ഒരു വ്യക്തിയുടെ പിറകിലൊന്ന് അടിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം കാരണത്താൽ ആ സഹാബി അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരായ അൻസാരികളെ വിളിച്ചു, യാലൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുഹാജിറായ സഹാബി എന്ന് പറഞ്ഞു, യാലൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ. അൻസാരിയുടെ കൂടെ അൻസാരി നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മുഹാജിരീങ്ങളായ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ സഹായത്തിനായി നിൽക്കൂ എന്ന് പറഞ്ഞു. ചെറിയൊരു വിഷയം, ഒരു അടി കൊടുത്തതാണ്. ഒരു വിഷയം, ചെറിയൊരു വിഷയം, ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കുന്നതിന് പകരം അൻസാരി ആയതിൻ്റെ പേരിൽ അൻസാരികളുടെ കൂടെ നിൽക്കുക, മുഹാജിർ ആയതിൻ്റെ പേരിൽ മുഹാജിരിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ദഊഹ ഫഇന്നഹ ദഅവ ജാഹിലിയ്യ. ചില റിവായത്തുകളിൽ ഫഇന്നഹ മുൻതിന, അത് നിങ്ങൾ ഉപേക്ഷിക്കുക, അത് ജാഹിലിയ കാലഘട്ടത്തിലെ സമ്പ്രദായമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹക്കും ബാത്തിലും നോക്കാതെ നമ്മുടെ കൂട്ടത്തിലായതിൻ്റെ പേരിൽ നമുക്കിഷ്ടം അതേതാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളിലേക്കുള്ള ദഅവത്താകട്ടെ, ഒരു രാജ്യം കേന്ദ്രീകരിച്ചുള്ള ദഅവത്താകട്ടെ, ഒരു സംഘടന കേന്ദ്രീകരിച്ചുള്ള ദഅവത്താകട്ടെ, പാടില്ല. സംഘടനയിലുള്ളവരോട് മാത്രം ഇഷ്ടം. സംഘടനയിലില്ലാത്തവൻ 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചാലും, അവൻ നോമ്പനുഷ്ഠിച്ചാലും, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്ത് ദീൻ പഠിച്ചാലും അവനെ അംഗീകരിക്കില്ല. കാരണം എന്തേ? അവൻ സംഘടനയിലില്ല. അവനെ കണ്ടമുണ്ടാൻ പാടില്ല. കാരണം എന്താ? അവൻ സംഘടനയിലില്ല. അങ്ങനൊരു ദീൻ അല്ലെങ്കിൽ അങ്ങനൊരു ദഅവത്ത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന് പരിചയമില്ല. അങ്ങനെ ഒരു രീതി ഇസ്ലാമിന് പരിചയമില്ല. മറിച്ച് എപ്പോഴാണ് ഒരാൾ സലഫിയാകുന്നത്? ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് ജീവിക്കുമ്പോൾ. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർത്താൽ മാത്രമേ അവൻ സലഫിയാകൂ എന്നൊരു രീതി ഇസ്ലാമിനില്ല. മാത്രമല്ല, സംഘടനകൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറഞ്ഞതുപോലെ ചരിത്രത്തിൽ കാണുന്ന സംഘടനകൾക്കൊക്കെയുള്ള പ്രശ്നമാണ് അവരെല്ലാവരും ഹിസ്ബിയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ, അത് ലളിതമായി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ സംഘടനയിലില്ല എന്ന് വിചാരിക്കാം. അൽഹംദുലില്ലാഹ്, അങ്ങനെയാണ് എല്ലാവരും. നിങ്ങൾ ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, കഴിവിൻ്റെ പരമാവധി റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നിങ്ങൾ നിൽക്കുമ്പോൾ മറ്റൊരാളുമുണ്ട്, അയാൾ ഇങ്ങനെ നിസ്കാരത്തിലൊക്കെ അലസതയുണ്ട്, പക്ഷേ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. സംഘടനയുടെ ഒരു നേതാവ് അവിടേക്ക് വന്നാൽ ആരെയാണ് കൂടുതൽ ബഹുമാനിക്കുക? ആ സംഘടനക്കാരനെ. അങ്ങനെ അവൻ ബഹുമാനിച്ചെങ്കിൽ മനസ്സിലാക്കുക, അതവൻ കാണിച്ചിരിക്കുന്നത് ശരിയായ ഹിസ്ബിയത്താണ്. ആ ഒരു രീതി ഇസ്ലാമിന് പരിചയമില്ല. ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്നതിൻ്റെ പേരിൽ അവനെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവനെ തള്ളുക എന്ന രീതി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമായ രീതിയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അതല്ലാതെ ഏതെങ്കിലും സംഘടനയിലേക്ക് ചേരലോ, ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേരലോ, ഏതെങ്കിലും നാട്ടിലേക്ക് ചേർത്ത് പറയലോ, അതൊന്നും സലഫിയത്തിൻ്റെ മാനദണ്ഡമല്ല. കാരണം നാം ചേർത്തുന്നത് സഹാബത്തിലേക്ക് മാത്രം. ഇമാം ലാലകായി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, കുല്ലു മൻ ഇഅ്തഖദ മദ്ഹബ ഫഇലാ സാഹിബി മഖാലതിഹി അല്ലതി അഹ്ദതഹാ യുൻസബ്. ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അവരവരുടെ അഭിപ്രായത്തിലേക്കാണ് പൊതുവിൽ ചേർത്ത് പറയപ്പെടാറുള്ളത്. ഉദാഹരണത്തിന് ഖവാരിജികൾ എന്ന് പറയും. കാരണം അവർ ഖുറൂജ് കണ്ടവരാണ്, ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാമെന്ന അഭിപ്രായം സ്വീകരിച്ചവരാണ്. അശാഇറകൾ അവർ അബുൽ ഹസൻ അൽ അശ്അരിയിലേക്ക് ചേർത്ത് പറയുന്നു. മാതുരിദിയാക്കൾ അവർ അബൂ മൻസൂർ അൽ മാതുരിദിയിലേക്ക് ചേർത്ത് പറയുന്നു. ഇത് നമ്മൾ അവരെ ആക്ഷേപിക്കുന്ന പേരുകളല്ല, അവർ പറയുന്ന പേരുകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ സമസ്ത മദ്രസകളിൽ പഠിപ്പിക്കുന്ന സിലബസിലുണ്ട്, ഇപ്പോഴുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു, അഖീദയിൽ രണ്ടാലൊരു മദ്ഹബ് സ്വീകരിക്കണം. എന്നിട്ട് പറയും അബുൽ ഹസൻ അൽ അശ്അരി, അബൂ മൻസൂർ അൽ മാതുരിദി, അവരുടെ അഖീദയിലേക്ക്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, അത് അവരുടെ അഖീദയാണ്, അത് ഇസ്ലാമിൻ്റെ അഖീദയല്ല. ഇസ്ലാമിൻ്റെ അഖീദ എന്താണ്? മൻഹജുസ് സലഫ്. അതിലേക്കാണ് നാം ചേർത്ത് പറയുന്നത്. ലാലകായി റഹിമഹുല്ല പറഞ്ഞതുപോലെ അതിലേക്കാണ് അഹ്ലുസുന്ന ചേർത്ത് പറയുന്നത്. അതാണ് നമ്മുടെ ഇസ്സത്ത്, അതാണ് നമ്മുടെ പാരമ്പര്യം. എന്ന് ചില ആളുകൾ വന്നിട്ട് പറയും അവർക്ക് 100 വർഷത്തെ പാരമ്പര്യമുണ്ട്, നമുക്ക് 1400 വർഷത്തെ പാരമ്പര്യമുണ്ട്. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ മൻഹജുസ് സലഫാണ്, സഹാബത്തിൻ്റെയും പ്രവാചകന്റെയും മൻഹജാണ്. നമ്മുടെ പാരമ്പര്യം അവരെക്കാളും എത്രയോ 10 മടങ്ങുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിൻ്റെ ഈ മൻഹജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഈ കാര്യം അത് നാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സലഫി മൻഹജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഖുർആനിലും സുന്നത്തിലും. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ നാട്ടിലേക്കോ ആ ദഅവത്ത് ചേർത്തുന്ന ഒരു രീതി സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.
തയ്യിബ്. അതുകൊണ്ട് തന്നെ പൊതുവെ അഹ്ലുസുന്നയുടെ ഉലമാക്കളായി നാം പറയുന്ന ഇമാം അഹ്മദ് റഹിമഹുല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു പുതിയ അഖീദ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇനി അദ്ദേഹം അഥവാ കൊണ്ടുവന്നാൽ അത് അഹ്ലുസുന്ന തള്ളും, സ്വീകരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഉസൂലു സുന്ന തുടങ്ങുന്ന എന്താ? ഉസൂലു സുന്നത്തി ഇൻദനാ, അഹ്ലുസുന്നയുടെ വിശ്വാസം ഇന്ന കാര്യങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അഖീദത്തുൽ വാസിത്തിയ്യ എഴുതി. അന്നുണ്ടായിരുന്ന ബിദ്അത്തിന്റെ ആളുകൾ പറഞ്ഞു ഇത് ശരിയല്ല, ഇതിൽ ധാരാളം തെറ്റായ വാദങ്ങളുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് 3 വർഷം സമയം തരാം. 3 വർഷം ഈ കിതാബിൽ, അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചവരായിരിക്കുമല്ലോ, 1 പേജ് 2 പേജേ ഉള്ളൂ, ചെറിയ കിതാബാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു 3 വർഷം സമയം തരാം, ഇതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അഹ്ലുസുന്ന സഹാബികളും താബിഈങ്ങളും വിശ്വസിക്കാത്ത വിശ്വാസം ഇതിൽ ഒരു വരി ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി അവിടെ കിടക്കുന്നു. വർഷങ്ങൾ ഇത്രയായിട്ടും, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു പിഴവ് കൊണ്ടുവരാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇവരൊക്കെ പറയുന്നത് സലഫുസ് സാലിഹീങ്ങളുടെ അഖീദയാണ്. അപ്പം നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വഹാബത്തിലേക്ക് മടങ്ങുന്ന പാരമ്പര്യമാണ്. അടുത്തൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സലഫി ആവുക എന്ന് പറയുന്നത് ഈ 3 അടിസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടിയാണ്. ഇനി ഒരു വ്യക്തി ഈ 3 അടിസ്ഥാനങ്ങൾ സ്വീകരിച്ചു, ഖുർആൻ സ്വീകരിച്ചു, ഹദീസ് സ്വീകരിച്ചു, സ്വഹാബത്തിൻ്റെ ഫഹ്മനുസരിച്ച് പ്രവർത്തിക്കുന്നു, അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത്? അദ്ദേഹം എന്തെങ്കിലും ഒരു പാപം ചെയ്തു, എന്തെങ്കിലും ഒരു തെറ്റ് അദ്ദേഹം ചെയ്തു, അദ്ദേഹം സലഫി ആയിരിക്കോ? ഉദാഹരണത്തിന് ഒരു കള്ളുകൂടിയൻ സലഫി ആവോ? ആവോ? കള്ളുകൂടിയൻ സലഫിയാകും. ഒരു വ്യഭിചാരി സലഫിയാവോ? സലഫിയാകും. അപ്പം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു തെറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളത് അയാളെ സലഫിയത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാനദണ്ഡമല്ല. സലഫിയത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അതിൻ്റെതായ വിഷയങ്ങൾ വരുമ്പോഴാണ്, വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴാണ്. അതല്ലാതെ ഒരു തിന്മ ഒരാൾ ചെയ്ത കാരണത്താൽ അയാൾ സലഫിയത്തിൽ നിന്ന് പുറത്തു പോകില്ല. ചില സഹാബികൾ, ഇപ്പം മാഇസ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വ്യഭിചാരം സംഭവിച്ചിരുന്നില്ലേ? അദ്ദേഹം തൗബ ചെയ്തു, അദ്ദേഹത്തിൻ്റെ പാപം അള്ളാഹു മാപ്പാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അദ്ദേഹത്തെ പുകഴ്ത്തിയതായി കാണാം. അതുപോലെ തന്നെ വ്യഭിചാരം സംഭവിച്ചൊരു സഹാബിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അവരുടെ തൗബ എങ്ങാനും മദീനക്കാർക്കിടയിൽ വീതിച്ചിരുന്നെങ്കിൽ 70ഓളം ആളുകളുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുമായിരുന്നു. അപ്പം അത്രയും വലിയ തൗബ അവർ ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പക്ഷെ അവർ സലഫികളാണ്, അല്ലെങ്കിൽ ആ മാർഗത്തിൽ നിലനിൽക്കുന്ന ആളുകളാണ്. അതുപോലെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഹിമാർ എന്നായിരുന്നു അദ്ദേഹത്തെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ വല്ലാതെ ചിരിപ്പിക്കുന്നൊരു സഹാബിയായിരുന്നു അദ്ദേഹം ധാരാളമായി മദ്യപിക്കും. എപ്പോഴും പ്രവാചകന്റെ സദസ്സിലേക്ക് കൊണ്ടുവരും, അദ്ദേഹത്തെ ചാട്ടവാറടിക്കും. മദ്യപിക്കാറുണ്ടായിരുന്നു ധാരാളമായി അദ്ദേഹം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുമ്മ ലഅൻഹു, അല്ലാഹു നീ അവനെ ശപിക്കുക. എത്ര തവണയാണ് അവനെ കൊണ്ടുവരപ്പെടുന്നത്? അധികവും കൊണ്ടുവരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ്റെ മേൽ പിശാചിനെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല. പ്രവാചകൻ ചാട്ടവാറടിച്ചു, അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹം സലഫിയല്ലേ? അദ്ദേഹം സലഫിയാണ്. ഒരു തെറ്റൊരാളിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് കരുതി അയാളെ സലഫിയത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? നമ്മൾ നല്ല മനഹജിൽ നിന്ന് ഒരാളായിരിക്കും, നല്ല രീതിയിൽ നിന്ന് ഒരാളായിരിക്കും, നല്ല താടിയൊക്കെ വെച്ച് നല്ല സലഫി മനഹജിൽ നിന്നുള്ളൊരു വ്യക്തി. അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് താടി ഓടിക്കും. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇനി അയാളായിട്ടൊരു ബന്ധമില്ല, അയാളായിട്ട് നമ്മൾ മിണ്ടില്ല, അയാളോട് പറയാൻ പാടില്ല എന്നാണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്? അല്ല. അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നസീഹത്ത് കൊടുക്കുക, ഹക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വടിക്കരുത് എന്ന് പറയാ. അയാൾ വടിച്ചാലും അയാൾ ആരാണ്? സലഫിയാണ്, ഫാസിഖാണ്. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, താടി വടിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടി സലഫി മനഹജ് മനസ്സിലാക്കി അവർ മുഖം മറക്കാതെ പുറത്തേക്ക് ഇറങ്ങി, അത് കാരണത്താൽ അവരെ സലഫിയത്ത് പുറത്താക്കാൻ പറ്റുമോ? പുറത്താക്കാൻ പറ്റില്ല. സലഫിയത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഇനി ഒരു പെൺകുട്ടി ഫർദ ഇടാതെ പുറത്തിറങ്ങി, അവർ സലഫിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സലഫി അഖീദ സ്വീകരിക്കുന്നുവെങ്കിൽ അവർ സലഫിയാണ്. ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ഇതൊന്നും ചെയ്യേണ്ട എന്നല്ല. ഇതൊക്കെ ആ രൂപത്തിൽ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വൻപാപത്തിലേക്ക് എത്തുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ഒരാളെ സലഫിയത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പാപം ചെയ്യുന്നവൻ, ഫാസിഖായവൻ, അവൻ സലഫിയത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ അവൻ പാപം ചെയ്തവനാകും. അതുകൊണ്ട് സലഫിയത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇഖ്റാജു റജുലി മിനസ് സുന്നത്തി ഷദീദ്, ഒരാളെ സലഫിയത്തിൽ നിന്ന് പുറത്താക്കുന്നത് അതീവ ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സലഫി മേഖലയിലുള്ള അല്ലെങ്കിൽ സലഫി ദഅവത്തിലുള്ള പല സഹോദരങ്ങൾ
അവരെക്കുറിച്ച് ചില ആളുകൾ ഇന്ന് പറയുന്നു അവർ സലഫികളല്ല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സലഫികളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആരുടെയും അംഗീകാരം വേണ്ട ഒരാൾ സലഫിയാകാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അവരോട് ചോദിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഇവരൊന്നും സലഫി അല്ലാത്തത്. ഉദാഹരണം വ്യക്തമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ സക്കരിയ സലാഹി റഹിമഹുല്ലാ, അദ്ദേഹം എന്തുകൊണ്ടാണ് സലഫി അല്ലാത്തത്? അദ്ദേഹം യമനിലുള്ള മുഹമ്മദ് അൽ ഇമാമിനെ മുബ്തദിയായി പരിഗണിക്കുന്നില്ല. തയ്യിബ്, സക്കരിയ സലാഹിക്കുന്ന മുഹമ്മദ് അൽ ഇമാം, സക്കരിയ സലാഹിയെ തബ്ദീഅ ചെയ്യാനുള്ള മാനദണ്ഡം ചില ആളുകൾ സ്വീകരിക്കുന്നത് മുഹമ്മദ് അൽ ഇമാമിനെ തബ്ദീഅ ചെയ്യുന്നില്ല എന്നതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അധികം അറിയില്ല. മുഹമ്മദ് അൽ ഇമാം ആരാണ്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അധികമായി അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പുകഴ്ത്തിയ വേറെയും ധാരാളം ഉലമാക്കളുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. സാലിഹ് സുഹൈമി അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? അദ്ദേഹം വലിയ സലഫി പണ്ഡിതനാണ്. അപ്പം അദ്ദേഹം മുഹമ്മദ് അൽ ഇമാമിനെ പുകഴ്ത്തിയതോ അത് അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന പിഴവാണ്. ഇപ്പോൾ സക്കരിയ സലാഹി പുകഴ്ത്തിയതോ അദ്ദേഹം മുബ്തദിയായി. അതെന്താ കാരണം? ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിവുള്ളവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുന്നതല്ലേ കൂടുതൽ ഗുരുതരം. ഇവർ പറയുന്നു സക്കരിയ സലാഹിക്ക് അറിവില്ല, അദ്ദേഹം ജാഹിലാണെന്നൊക്കെ പറയാറുണ്ട്. സക്കരിയ സലാഹിക്ക് അറിവില്ല, പക്ഷെ അറിവില്ലാത്ത സലാഹിയിൽ നിന്ന് ഈ ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴേക്ക് അദ്ദേഹത്തെ മുബ്തദിയാക്കി. ഇതേ വിഷയം അറിവുള്ള ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയിൽ നിന്ന് സംഭവിക്കുമ്പോൾ അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമാണ്. ആ ഒരു വിഷയത്തിൽ അദ്ദേഹം തെറ്റുപറ്റി. ഇതെന്ത് നിലപാടാണ്? ആളുകളെ എങ്ങനെയെങ്കിലും സലഫിയത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു മസലയാണ് നമ്മുടെ നാട്ടിൽ വല്ലാതെ ചർച്ച നടന്ന വിഷയം, ഫോട്ടോ എടുക്കുന്ന വിഷയം. അത് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി പറയാം. ഫോട്ടോ എടുക്കുന്ന വിഷയത്തിൽ ചില ആളുകൾ പറഞ്ഞു ഫോട്ടോ എടുക്കുന്നത് ഇഖ്വാനികൾ കൊണ്ടുവന്ന രീതിയാണ്, അത് ഇഖ്വാനികളുടെ രീതിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ദഅവത്ത് നടത്തുന്ന ആളുകളെ വിമർശിച്ചു. എന്നാൽ ഇവരംഗീകരിക്കുന്ന ഷെയ്ഖ് സലീം അൽ ഹിലാലി ഹഫിളഹുല്ലാ, അദ്ദേഹം ഫോട്ടോ എടുക്കുമ്പോൾ പറയും അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അതെങ്ങനെയാണ് ശരിയാവുക? ഷെയ്ഖ് സലീം അൽ ഹിലാലി, ഷെയ്ഖ് അൽബാനിയുടെ അരികിൽ 20 വർഷത്തിലധികം പഠിച്ച ആ വലിയ പണ്ഡിതൻ, അദ്ദേഹം ഫോട്ടോ എടുത്തപ്പോൾ അദ്ദേഹം വീഡിയോ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ വരുമ്പോൾ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ തുല്ലാബുകൾ വീഡിയോ എടുത്താൽ അത് അവർ അഹ്ലുസുന്നയിൽ പുറത്താകും, അല്ലെങ്കിൽ ഇഖ്വാനികളുടെ മനഹജിലേക്ക് അവർ പോയിരിക്കുന്നു. അവർ ഷഹവത്തിനെ പിൻപറ്റുന്ന ആളുകളാണ്. ഷെയ്ഖ് സലീം ഹിലാലിയോ അദ്ദേഹം ആലിമാണ്. വല്ലാതൊരു മിഖ്യാസാണ്. ആലിമിന് ഉദ്ർ കൊടുക്കാം, ജാഹിലിന് ഉദ്ർ കൊടുക്കാൻ പാടില്ല. ആലിമിനെ ഉദ്ർ കൊടുക്കാം, പക്ഷെ ജാഹിലിങ്ങളെ ഉദ്ർ കൊടുക്കാൻ പാടില്ല. പിന്നെ ചിലർ പറയുന്ന ഭയങ്കര കുതന്ത്രമായ ചില വാദങ്ങളാണ്, ആലിമിന് തെറ്റുപറ്റിയാൽ ആ തെറ്റിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ പാടില്ല, ആ തെറ്റിൽ ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവർ ചെയ്തത് എന്താ? ആ തെറ്റിൽ ഫോളോ ചെയ്തതാണ്, അതുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒന്നിലധികം ഉലമാക്കളുണ്ടെങ്കിൽ അദ്ദേഹം ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യുക, അതാണ് ജാഹിലിൻ്റെ ഉത്തരവാദിത്വം. ഈ ജാഹിൽ ആ ആലിമിനെ തഖ്ലീദ് ചെയ്തു എന്ന് വിചാരിച്ച് ഒഴിവാക്കിയാൽ പോരെ? ഇല്ല. അപ്പം അദ്ദേഹം ജാഹിലല്ലേ? ജാഹിലാണ്. അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ട് അബ്ബാദിനെ തബ്ദീഅ ചെയ്യുന്നില്ല? അദ്ദേഹം ആലിമാണ്. ഒരു അടിസ്ഥാനവുമില്ലാതെ അഹ്ലുസുന്നയെ ഒന്നടങ്കം, അഹ്ലുസുന്നയുടെ തുല്ലാബുകളെയും ദാഇമാരെയും ഒന്നടങ്കം തബ്ദീഅ ചെയ്ത് അതിന് വ്യക്തമായ ഒരു കാരണം പോലും ഇല്ലാതെ ചോദിച്ചാൽ യമനിലെ ഉലമാക്കളെ സ്വീകരിക്കുന്നില്ല. യമനിലെ ഉലമാക്കളെ സ്വീകരിക്കാത്തവൻ അഹ്ലുസുന്നക്ക് പുറത്താ? അങ്ങനെ ഒരു ഖാഇദ ഇസ്ലാമിലുണ്ടോ? ഒരിക്കലും അല്ല. ഒരു വ്യക്തി പറയാണ് എനിക്ക് യമനിലെ ഉലമാക്കളെ അറിയുക തന്നെ ഇല്ല, എന്താ പ്രശ്നം? ഇനി സൗദിയിലെ ഉലമാക്കളെ ഒരാൾക്ക് അറിയില്ല എന്ന് പറയുന്നു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ സലഫിയാണ്. അതിനേതെങ്കിലും ഒരു ആലിമിനെ അംഗീകരിക്കണം എന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്യായമായി ആളുകളെ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തേക്കാക്കുകയും അവരുടെ തോന്നലുകൾ അനുസരിച്ച് അവർക്കിഷ്ടമുള്ളവരെ പുറത്താക്കുകയും അവർക്കിഷ്ടമുള്ളവരെ ഉള്ളിലാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം അഹ്ലുസുന്ന ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. അതിന് പ്രത്യേകിച്ച് എവിടെന്നെങ്കിലും ഒരു പട്ടം ചാർത്തി കിട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ വിശ്വാസങ്ങളുണ്ട് എങ്കിൽ അവൻ സലഫിയാണ്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞതിൻ്റെ ഒരു ആകെ തുക എന്താണ്? സലഫി ദഅവത്തിൻ്റെ ഉസൂലുകൾ എന്ന് പറയുന്നത് ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്, മൂന്നാമത്തേത് ഫഹ്മുസ് സലഫാണ്. ഫഹ്മുസ് സലഫ് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അൽ ഇൽമു മാ ജാഅ അൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് എന്ന് പറയുന്നത് സഹാബികളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. വമാ ലം യജി അൻ വാഹിദിൻ മിൻഹും ഫലൈസ ബിആലിം. അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാത്തവൻ അല്ലെങ്കിൽ അവരുടെ ഇൽമിനെ തള്ളുന്നവൻ അവൻ ആലിമല്ല എന്ന്
ഇമാം ഔസാഇ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങട്ടെ. സഹാബത്തിനെ നാം ഫോളോ ചെയ്യുക ഏത് വിഷയത്തിലും, ഫിഖ്ഹിയ മസായിലുകളിലടക്കം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് കൂടി പറയാം, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഒരു മസലയിലുണ്ടെങ്കിൽ അഹ്ലുസുന്ന അത് വിശാലമാക്കിയ കാര്യമാണെങ്കിൽ അത് നമ്മൾ വിശാലത കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ മനസ്സിലാക്കിയത് മാത്രമേ ശരി എന്ന നിലപാട് സ്വീകരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ ബനു ഖുറൈദയിലേക്ക് പോവുക. ബനു ഖുറൈദയിൽ എത്തിയാലല്ലാതെ നിങ്ങളിൽ ആരും അസ്ർ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അസ്ർ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. സഹാബികൾ യാത്ര പുറപ്പെട്ടു. അസറിൻ്റെ സമയമായപ്പോൾ ചില സഹാബികൾ പറഞ്ഞു, പ്രവാചകർ ഉദ്ദേശിച്ചത് പെട്ടെന്ന് ബനു ഖുറൈദയിൽ പോകണമെന്നാണ്, അതല്ലാതെ അസർ നിസ്കാരം വൈകിപ്പിക്കണം എന്നൊരു ഉദ്ദേശം പ്രവാചകനില്ലായിരുന്നു. വേറെ ചില സഹാബികൾ പറഞ്ഞു, അല്ല, പ്രവാചകൻ ഉദ്ദേശിച്ചത് അസർ നിസ്കാരം വൈകി അവിടെ എത്തി നിസ്കരിക്കാനാണ്. രണ്ട് സഹാബികൾക്കിടയിൽ രണ്ട് അഭിപ്രായമായി. ചില ആളുകൾ വഴിയിൽ നിസ്കരിച്ചു, ചില ആളുകൾ ബനു ഖുറൈദയിലെത്തിയ ശേഷം നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു, പ്രവാചകനോട് ഈ വിഷയം പറഞ്ഞു. പ്രവാചകൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. ഈ വിഷയം നടന്ന സമയത്ത് ഒരു സഹാബി മറ്റേ സഹാബിയോട് പറഞ്ഞോ, നിങ്ങൾ നിസ്കാരം ഒഴിവാക്കിയവരാണ്, നിങ്ങൾ നിസ്കാരത്തിനോടൊന്നും ശ്രദ്ധയില്ലാത്ത ആളുകളാണ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. ആരും പരസ്പരം ആക്ഷേപിച്ചിട്ടില്ല, മറിച്ച് അവർ പരസ്പര ബഹുമാനം കണ്ടു. ഇമാം അഹ്മദും ഇമാം ഷാഫിഈയും എത്ര വിഷയങ്ങളിൽ പ്രിയപ്പെട്ടവരെ പരസ്പരം തർക്കത്തിലുണ്ടായിട്ടുണ്ട്, ധാരാളം വിഷയങ്ങളിൽ. എന്നാലും ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുജൂദുകളിൽ ഇമാം ഷാഫിഈക്ക് വേണ്ടി ദുആ ചെയ്യായിരുന്നു. ഇമാം ഷാഫിഈക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരിക്കൽ ഇമാം അഹ്മദിന് രോഗം വന്നപ്പോൾ ഇമാം ഷാഫിഈ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഇമാം ഷാഫിഈക്ക് രോഗം വന്നപ്പോൾ ഇമാം അഹ്മദ് സന്ദർശിക്കാൻ ചെന്നു. അന്ന് ഇമാം ഷാഫിഈ പറഞ്ഞത്, അദ്ദേഹം എന്നെ സന്ദർശിച്ചെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിനയമാണ് മനസ്സിലാക്കുന്നത്, ഇനി ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചാലോ അത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഏത് സാഹചര്യത്തിലും പരസ്പരം ബഹുമാനിക്കുക എന്നൊരു ബോധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ ഈ പ്രശ്നങ്ങളില്ല, ഫിഖ്ഹിയായ മസലകളിൽ പ്രശ്നങ്ങളില്ല. എന്നാൽ നമുക്കിടയിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങളാണ്, പല പ്രശ്നങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞു ഫോട്ടോഗ്രാഫിയുടെ വിഷയം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അത് പാടില്ല എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അത് പ്രശ്നമില്ല എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് ഫൗസാൻ ഇബ്നു ഉസൈമീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, എത്ര ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത്. ആ മസലയിൽ എന്നോട് എതിരായി എന്ന് കരുതി മോശമായ ഒരു ആക്ഷേപം, മോശമായ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. കാരണം അവർ ആ വിഷയത്തിൽ വിശാലത കണ്ടു. കാരണം അവർക്കറിയാം ഇതാണ് അഹ്ലുസുന്ന പൊതുവായി സ്വീകരിച്ചു വരുന്ന നിലപാട്. നിസാര കാര്യങ്ങൾക്ക് പരസ്പരം ശത്രുത വെച്ച് പുലർത്തുക, അതിൻ്റെ പേരിൽ പരസ്പരം മിണ്ടാതിരിക്കുക, അഹ്ലുസുന്ന വിശാലമാക്കിയ കാര്യങ്ങളെ കുടുസാക്കുക, ഇതൊന്നും പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്നയുടെ മനഹജിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. സഹാബത്ത് എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് ആ രൂപത്തിൽ തന്നെ നാം ദീന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ മാർഗത്തിലാണ് വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞതായി കാണാം. അദ്ദേഹം ഖവാരിജുകളുമായി ഒരു മുനാദറയ്ക്ക് വേണ്ടി പോയി. അദ്ദേഹം ഖവാരിജുകളോട് ആദ്യം പറഞ്ഞ വാക്ക്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ സഹാബികളിൽപ്പെട്ട ആരെയും കാണുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹക്കിൻ്റെ ആളുകളാവുക? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചില ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി പറഞ്ഞു. പക്ഷേ എന്ത് പറയുമ്പോഴും അവർ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നു, ആയത്തുകൾ വെച്ചുകൊണ്ട് അവർ തെളിവെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് പറയുമ്പോഴും അവരെന്നെ ഖണ്ഡിക്കുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്യണം? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും സുന്നത്ത് വെച്ചുകൊണ്ട് അവർക്ക് മറുപടി പറയുക. കാരണം സഹാബത്തിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഫിത്ന ഉണ്ടാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർ ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമായാൽ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ സലഫികളാണോ? സലഫികളാണ്. സഹാബത്ത് ബനൂ ഖുറൈദയിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിട്ടില്ലേ? അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിട്ടുണ്ട്. അവരെന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പരസ്പരം ബഹുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സലഫികൾ പരസ്പരം ബഹുമാനിക്കുക. വിശ്വാസത്തിൽ മാത്രമല്ലല്ലോ സഹാബികളെ നമ്മൾ പിൻപറ്റേണ്ടത്. വിശ്വാസത്തിലാണെങ്കിലും ഫിഖ്ഹി വിഷയങ്ങളിലാണെങ്കിലും സഹാബത്തിനെ പിൻപറ്റാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ സഹാബത്തിന് ശേഷം താബിഈങ്ങളും. കാരണം താബിഈങ്ങൾ സഹാബത്തിൽ നിന്ന് ഖുർആൻ പഠിച്ച ആളുകളാണ്. ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, മാ ഫിൽ ഖുർആനി ആയ ഇല്ലാ വഖദ് സമിഅതു ഫീഹാ ഷൈഅൻ മിനസ് സഹാബ. ഖുർആനിലുള്ള ഏതൊരു ആയത്താണെങ്കിലും അത് ഞാൻ സഹാബികളിൽ നിന്ന് അതിൻ്റെ വിശദീകരണം കേട്ടിട്ടുണ്ട് എന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നതായി ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ കാണാം. അതുപോലെ തന്നെ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, താബിഈ പണ്ഡിതൻ,
അറൽതുൽ മുസ്ഹഫ അല ഇബ്നു അബ്ബാസ് 3 മറات, 3 തവണ ഞാൻ ഖുർആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമതിഹി, ഖുർആനിന്റെ ആരംഭം മുതൽ അവസാനം വരെ. ഊഖിഫുഹു ഇൻദ കുല്ലി ആയത്തിൻ മിൻഹാ വഅസ്അലുഹു അൻഹാ, ഓരോരോ ആയത്തിലും നിർത്തിയിട്ട് അതിന്റെ വിശദീകരണം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് നന്നായി പഠിച്ചവരാണ് താബിഈങ്ങൾ. അതുകൊണ്ട് താബിഈങ്ങൾ പൊതുവായി അവർ പറഞ്ഞ അഭിപ്രായം അത് സ്വീകരിക്കുക എന്നുള്ളതും അഹ്ലുസുന്ന വൽ ജമാഅ സ്വീകരിച്ച നിലപാടാണ്. അടുത്തൊരു വിഷയം, സഹാബത്തിൻ്റെ അതുപോലെ താബിഈങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവരുടെ മനഹജ് നമ്മൾ മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ എവിടെയാണ് അവരുടെ മനഹജ് ഉള്ളത്? ഇപ്പോൾ അഖീദയിൽ അവരുടെ നിലപാടുകൾ എവിടെയാണ് നമുക്കിന്ന് കിട്ടുക? എവിടെ ഉണ്ടാവുക? എന്ത് പുസ്തകങ്ങൾ? ഇപ്പം ഇന്ന് ഞാനൊരു പുസ്തകം എഴുതി, എന്നിട്ട് ഞാൻ പറയാണ് ഇമാം മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എങ്ങനെ മനസ്സിലായത് ഇമാം മുജാഹിദ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? 2 രീതിയിലുള്ള കിതാബുകൾ. ഒന്ന് മുസ്നദായ സനദോടുകൂടിയുള്ള ഹദീസിൻ്റെ കിതാബുകൾ, അഹ്ലുസുന്നയുടെ അഖീദ അതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സഹീഹുൽ ബുഖാരി, അതിൽ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിൽ അഹ്ലുസുന്നയുടെ അഖീദ എന്താണ്, തൗഹീദിനെ കുറിച്ച് അതിൽ വിശദീകരണം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. അതിൻ്റെ ആധികാരികതയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക, അതിൻ്റെ സനദ് പരിശോധിച്ച് നോക്കുക. ഇമാം ബുഖാരി ആരിൽ നിന്ന് ഉദ്ധരിച്ചു, അദ്ദേഹം ആരിൽ നിന്ന് ഉദ്ധരിച്ചു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ശരിയായി വന്നിട്ടുണ്ടോ? ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിവാണ്. ഹദീസുകളിൽ പൊതുവെ നമ്മളത് പറയാറുണ്ട്. അതുപോലെ ഹദീസുകൾ എങ്ങനെയാണോ സംരക്ഷിക്കപ്പെട്ടത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നയുടെ അഖീദ നമുക്ക് വേണ്ടി സംരക്ഷിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് ബുഖാരിയിലും മുസ്ലിമിലും പറയുന്നത് പോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സനദോടുകൂടി ഇബ്നു അബ്ബാസിലേക്ക് എങ്ങനെയാണ് അത് സ്ഥിരപ്പെടുന്നത്, അത് അവിടെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. മുസ്നദായ സനദോടുകൂടിയുള്ള കിതാബുകൾ, ഉദാഹരണത്തിന് അതിൽപ്പെട്ടതാണ് ഇമാം ഹുമൈദിയുടെ ഉസൂലുസ് സുന്ന. അതിൽ അദ്ദേഹം സനദോടുകൂടിയാണ് അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുന്നത്. ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് ആണ് പറഞ്ഞതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ സഹാബത്തിന്റെ ആഥാറുകൾ ഉദ്ധരിക്കുന്ന ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ്, അബ്ദുർ റസാഖ് അസ്സനആനിയുടെ മുസന്നഫ്, ഇബ്നു സഅദിന്റെ തബഖാത്ത്, അതിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം, ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാം. ഒരായത്ത് നമ്മൾ വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് കണ്ടാൽ ആ കിതാബ് നോക്കുക, ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ സനദ് ഇബ്നു അബി ഷൈബ ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, ഇബ്നു അബ്ബാസ് വരെ എത്തുന്ന പരമ്പര നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ താബിഈങ്ങളുടെയും സഹാബത്തിൻ്റെയും അഭിപ്രായം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അഹ്ലുസുന്നയുടെ അഖീദയുടെ പ്രത്യേകത. നമ്മുടെ വിശ്വാസം ഒക്കെ മുസ്നദാണ്. ഏത് വിശ്വാസമുണ്ടെങ്കിലും ഇമാം ഇബ്നു അബി ഷൈബയുടെ അൽ ഈമാൻ, അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാമിന്റെ അൽ ഈമാൻ, ഇമാം ഇബ്നു ഖുസൈമയുടെ തൗഹീദ്, ഈ കിതാബുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ സനദോടുകൂടി നമ്മുടെ വിശ്വാസം, ഇബ്നു അബ്ബാസ് പറയുന്നു, ഇബ്നു മസ്ഊദ് പറയുന്നു, ഹുദൈഫ പറയുന്നു, അഹ്ലുസുന്നയുടെ വിശ്വാസം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഹദീസുകൾ എങ്ങനെയാണോ സംരക്ഷിച്ചത് ആ രൂപത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ മുസ്നദായ കിതാബുകളിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഖീദ അത്രയും ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വ്യക്തി പറയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സമസ്ത ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട്. ഒരാൾ പറയാം, നമ്മൾ അവരോട് തിരിച്ചു പറയും, ഖുർആനിൽ അല്ലാഹു പറയുന്നത് അർ റഹ്മാനു അലൽ അർശിസ് സവ. ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്സുലമിയുടെ ഹദീസിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ സ്ത്രീ പറഞ്ഞു അല്ലാഹു ആകാശത്താണ്, പ്രവാചകൻ അത് ശരിയാണെന്ന് പറഞ്ഞു. അഹ്ലുസുന്ന ഇജ്മാഉ ഉദ്ധരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ്. അതാണ് സഹാബത്തിന്റെ വിശ്വാസം. അപ്പം ഈ പറയുന്നയാൾ അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ആൾ, അവരോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ തെളിവ്? അവർക്ക് ഏതെങ്കിലും സഹാബി ഉദ്ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. താബിഈങ്ങൾ ഉദ്ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അഹ്ലുസുന്നയുടെ വിശ്വാസം, സഹാബത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അത് സനദോടുകൂടി അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ അപ്രകാരം നമ്മൾ സലഫിയത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, നേരത്തെ ഞാൻ ചെറുതായി സൂചിപ്പിച്ചിരുന്നു, സലഫിയത്ത് എന്ന് പറയുന്നത് മധ്യമ നിലപാടാണ്. ഒരിക്കലും
അതിരുവിട്ടുള്ള സംസാരങ്ങൾ സലഫികൾ അംഗീകരിക്കുന്ന സംസാരമല്ല. അതുപോലെ തന്നെ പറ്റേ ദീന് വിട്ടേക്കുന്ന സംസാരങ്ങളും സലഫികളുടെ രീതിയല്ല. ഇപ്പോൾ തീവ്രവാദ ചിന്താഗതികൾ അത് ഒരിക്കലും സലഫിയത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സലഫിയത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ സലഫിയത്ത് അതിനെതിരാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അതിനെതിരാണ്. അന്യായമായ ആളുകളെ തക്ഫീർ നടത്താൻ സലഫിയത്ത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അന്യായമായി തബ്ദീഅ് നടത്താൻ അത് ഹദ്ദാദികളുടെ രീതിയാണ്. ഇപ്പോൾ സലഫിയത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, വ്യക്തമായ അടിസ്ഥാനങ്ങളുണ്ട്. അതിലൂടെ മാത്രമേ ആളുകളുടെ വിഷയത്തിൽ അവർ സംസാരിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ശരിയായ ഈ മാർഗം, അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഈ ആളുകൾ, അതിരുകവിഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ നേരെ വിപരീതമായി ദീനിൻ്റെ വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് എല്ലാം പ്രശ്നമില്ല, മ്യൂസിക് പ്രശ്നമില്ല, അതുപോലെ തന്നെ ഒപ്പന കളിക്കാമോ, കളിക്കുന്നവർക്ക് കളിക്കാം, നമ്മൾ അതിനെതിരല്ല, എന്ത് വിഷയം ചോദിച്ചാലും ഈ രൂപത്തിൽ ദീനുൽ ഇസ്ലാമിൻ്റെ അഖീദയെ തുറന്നു പറയാൻ മടി കാണിച്ച് അതിനെയൊക്കെ താഴ്ത്തി കാണിക്കുന്ന നിലപാടും ഒരിക്കലും അഹ്ലുസുന്ന സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഗുലുവും ഇല്ല, ജഫാവും ഇല്ല, അല്ലെങ്കിൽ തമയ്യുമില്ല, മറിച്ച് വസതിയ്യത്തിലാണ് അഹ്ലുസുന്ന. വസതിയ്യത്തിലാണ്. ആളുകളെ അന്യായമായി തബ്ദീഅ് ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നക്ക് ആ രീതിയില്ല. അഹ്ലുസുന്ന അങ്ങനെ ചെയ്യില്ല. ഈ വസതിയ്യത്താണ് സലഫികളുടെ അല്ലെങ്കിൽ സലഫിയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തയ്യും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സലഫി മൻഹജ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്, സലഫി മൻഹജ് നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ മേലുള്ള ബാധ്യത എന്താണ്? നിങ്ങളുടെ മേലുള്ള ബാധ്യത എന്താണ്? ഒന്നാമത്തെ ബാധ്യത നന്നായി പഠിക്കുക എന്നതാണ്. നന്നായി പഠിക്കുക. അത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഗൗരവത്തിലെടുക്കണം. നിങ്ങൾ നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ കേട്ട് തഴമ്പിച്ച ഹദീസാണ്, ഒരുവൻ അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവൻ ദീന് പഠിക്കും, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വിജ്ഞാനം നൽകും. നന്നായി പഠിക്കുക എന്ന് പറയുന്നത് സലഫികളുടെ അടിസ്ഥാനമായ കാര്യമാണ്. നന്നായി നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവിടെ നിങ്ങൾ പോവുക, ആ സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കുക. അതുപോലെ തന്നെ ഉലമാക്കളുടെ സംസാരങ്ങൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉലമാക്കളുടെ സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്രകാരം സലഫിയത്ത് അല്ലെങ്കിൽ സലഫിയത്ത് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണ്? ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം. ആളുകൾക്ക് തൗഹീദ് ലഭിക്കണം. ആളുകൾക്ക് തൗഹീദ് ലഭിക്കണം. ആളുകൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക്, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്നതിലേക്ക്, നേർച്ച വഴിപാടുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നതിലേക്ക്, ജാറങ്ങളിൽ പോയി അവിടെ സഹായം ചോദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. ഇതൊക്കെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കുക, സുന്നത്തിലേക്ക് അവരെ ക്ഷണിക്കുക, ബിദ്അത്തിൽ നിന്ന് ആളുകളെ നിങ്ങൾ തടുക്കുക. സലഫിയത്ത് മനസ്സിലാക്കിയ നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ദിക്റിന്റെ ഹൽഖകൾ കാണുന്നു. ഒരാൾ ഇരുന്നിട്ട് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 തവണ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നു, മാ അസ്റഅ ഹലകതികും യാ ഉമ്മത മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമേ, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബിദ്അത്തിൽ നിന്ന് അദ്ദേഹം വിലക്കി. ഈ രൂപത്തിൽ നാം ബിദ്അത്തുകളിൽ നിന്ന് ആളുകളെ വിലക്കുക. അവർക്ക് അതിൻ്റെ മോശമായ പര്യവസാനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് വഴികേടാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കുക. അതല്ലാതെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് നമ്മൾ അനങ്ങാതിരിക്കുക എന്നതല്ല, മറിച്ച് നല്ല നിലയിൽ ആളുകൾക്ക് തൗഹീദ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്രകാരം സലഫികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യമാണ് സ്വഭാവ സംസ്കരണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ നമ്മളാവണം. ആളുകളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവം. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ നമ്മൾ സംസാരിക്കുക. നമ്മൾ സലഫിയത്ത് മനസ്സിലാക്കിയെന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടുകാരോട് പരുഷമായി കണിശമായി പെരുമാറാൻ പാടില്ല. അവരോട് നല്ല മയത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെയായിരുന്നു അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏത് കാലഘട്ടത്തിലും. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക. ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഖറആവി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കൂ. ഷെയ്ഖ് റബീഇന്റെ അധ്യാപകനാണ് അദ്ദേഹം.
ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഖറഅവിയെ കുറിച്ച് ഷെയ്ഖ് റബീഅ പറയുന്നതായി കാണാം, ആളുകളോട് നല്ല നിലയിലാണ് അദ്ദേഹം പെരുമാറാറുള്ളത്. ഏറ്റവും മയത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. സൗമ്യമായി അദ്ദേഹം പെരുമാറും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ സലഫിയ്യത്ത് മനസ്സിലാക്കിയ നമ്മുടെ ബാധ്യത. ആളുകളോട് നല്ല നിലയിൽ നാം സംസാരിക്കുക. നിങ്ങൾ അഹ്ലുസുന്നയുടെ അഖീദയുടെ കിതാബുകൾ നോക്കിയാൽ ഇമാം അബു ഉസ്മാൻ അസ്സാബൂനി അദ്ദേഹത്തിന് അഖീദത്തുസ് സലഫ് എന്ന കിതാബിൽ പറയുന്നതായി കാണാം അഹ്ലുസുന്നയെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹാബത്തിനെയൊക്കെ നമ്മൾ പിൻപറ്റുന്നു എന്ന് പറയുന്നത് കേവലം വിശ്വാസത്തിൽ ഒതുങ്ങാൻ പാടില്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങളിലും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് അഖീദ ഗ്രന്ഥത്തിൽ അബു ഉസ്മാൻ അസ്സാബൂനി പറയുന്നത് അഹ്ലുസുന്ന എങ്ങനെയാണ്, യതവാസൗന ബിഖിയാമിൽ ലൈൽ, രാത്രി നിസ്കരിക്കണമെന്ന് പരസ്പരം അവർ വസിയത്ത് ചെയ്യും. വബിസിലത്തിൽ അർഹാം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണമെന്ന് അഹ്ലുസുന്ന പരസ്പരം വസിയത്ത് ചെയ്യും. വഇഫ്ശാഇസ് സലാം, പരസ്പരം നിങ്ങൾ സലാം പറയണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വഇത്ആമിത് തആം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണമെന്ന് അഹ്ലുസുന്ന വസിയത്ത് ചെയ്യും. വറഹ്മതി അലൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ഐതാം, പാവപ്പെട്ടവർ അതുപോലെ തന്നെ അനാഥ കുട്ടികൾ, അവരോട് റഹ്മത്ത് കാണിക്കണം, കാരുണ്യം കാണിക്കണമെന്ന് അഹ്ലുസുന്ന പരസ്പരം വസിയത്ത് ചെയ്യും. വൽഇഹ്തിമാമി ബി ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ പരസ്പരം ശ്രദ്ധയുണ്ടാകണമെന്ന് അഹ്ലുസുന്ന വസിയത്ത് ചെയ്യും. ഇതൊക്കെ അഹ്ലുസുന്നയുടെ സിഫാത്തുകളാണ് എന്ന് അബു ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദത്തുസ് സലഫ് എന്ന കിതാബിൽ പറയുന്നതായി കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സലഫി മനഹജ് ഉൾക്കൊള്ളുന്നവരെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ പെരുമാറുക. നമ്മളൊരു കച്ചവട സ്ഥാപനം നടത്തുന്നുവെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഏറ്റവും നല്ല നിലയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. കാരണം നമ്മുടെ സലഫിയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഉമ്മയോട് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ സംസാരിക്കണം. കാരണം നമ്മുടെ സലഫിയത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദീനിൻ്റെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ മാന്യമായി ആളുകളെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ സലഫിയത്ത് നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുബ്തദിയാണ്, ഇവൻ സുന്നിയാണ് എന്നീ പറയുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യൽ മാത്രമല്ല, മറിച്ച് അഖീദയിൽ ചർച്ച നടക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്വഭാവ സംസ്കരണം, നമ്മുടെ രാത്രി നിസ്കാരം, നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ വീട്ടുകാരോടുള്ള ബന്ധം, നാട്ടുകാരോടുള്ള ബന്ധം, എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ സലഫിയത്ത് പ്രകടമായിരിക്കണം. അതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. സഹാബത്തിലേക്ക് പാരമ്പര്യം അവകാശപ്പെടുന്ന സലഫികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗം എല്ലാ കാര്യത്തിലും പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. ഒരു വശത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മറുവശത്ത് ബിദ്അത്തിന്റെ ആളുകൾ, അവരോട് നമ്മൾ ഹജ്ർ ചെയ്യണം, അവരെ നാം ബന്ധം വിച്ഛേദിക്കണം, അവരോട് നാം ബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ ആ വിഷയത്തിലുള്ള അടിസ്ഥാനമെന്ന് ഇമാം ഇബ്നു ബത്ത അദ്ദേഹത്തിന് അൽ ഇബാനയിൽ ഇജ്മാ ഉദ്ധരിക്കുന്നതായി കാണാം. ബിദ്അത്തിന്റെ ആളുകളോട് യാതൊരു ബന്ധവും പാടില്ല. കാരണം അവർ അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി പലതും കൊണ്ടുവന്ന ആളുകളാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ, അവരോട് ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. എന്നാൽ സാധാരണക്കാർ, ബിദ്അത്തിന്റെ ആളുകളല്ലാത്തവർ, അവരോട് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ പെരുമാറുക. അപ്രകാരം അഹ്ലുസുന്ന അല്ലെങ്കിൽ സലഫിയത്ത് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കടമയിൽപ്പെട്ടതാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അഹ്ലുസുന്നയുടെ ഉലമാക്കളെ നിങ്ങൾ തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ ഉലമാക്കളെ നിങ്ങൾ തിരിച്ചറിയുക. ഇമാം അഹ്മദിനെ പോലെ, ഇമാം ഷാഫിഈയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, സുഫിയാൻ അസ്സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന, ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സയ്യിദ്, അലി ഇബ്നു അബ്ദുല്ലാഹി അൽ മദീനി, നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ, ഇങ്ങനെ അഹ്ലുസുന്നയുടെ അലമുകൾ, അവരെക്കുറിച്ച് നമ്മൾ അറിയണം, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അവരുടെ ചരിത്രങ്ങൾ നാം അറിയണം. ഏറ്റവും ചുരുങ്ങിയത് സമീപകാലം ജീവിച്ച ഉലമാക്കൾ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി, ഹമൂദ് തുവൈജിരി, ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുമുല്ലാ, അവരെക്കുറിച്ച് നമ്മൾ അറിയുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അവരുടെ ഇൽമ് നാം നുകരാൻ നാം ശ്രമിക്കുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉലമാക്കൾ, ധാരാളം പണ്ഡിതന്മാർ, മദീനയിലെ മുഹദ്ദിസായ അൽ-അല്ലാമ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദിനെ പോലെയുള്ളവർ, റിയാദിലെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനിനെ പോലെയുള്ളവർ, അവരിൽ നിന്ന് ഇൽമ് പഠിക്കാൻ, അവരുടെ ഇൽമ് നുകരാൻ, അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ നാം ശ്രമിക്കുക. എങ്ങനെയാണ് ബന്ധമുണ്ടാക്കുക? ഒരു വിഷയത്തിൽ അവരുടെ ഒരു വിധി വന്നാൽ, ഒരു മസലയിൽ അവരുടെ ഒരു വിധി വന്നാൽ, ഉമ്മത്തിന്റെ വലിയൊരു വിഷയം അവർ പറഞ്ഞതായി നമ്മൾ കേട്ടു, ഉലമാക്കളിലേക്ക് നമ്മൾ മടങ്ങുക. അവർ പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. അവർ പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. ഈ രീതിയിൽ അഹ്ലുസുന്നയുടെ ഏത് കാലഘട്ടത്തിലെയും പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർ ഉലമാക്കളുമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഉലമാക്കളുമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ഉലമാക്കളുമായി ബന്ധം വേണ്ട എന്നല്ല, പക്ഷേ
ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഉലമാക്കളുമായി ബന്ധം എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആളുകളെ കുറ്റം പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ല എങ്കിൽ അഹ്ലുസുന്ന ഉലമാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അതുപോലെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവമാണ്, ആരെങ്കിലും നമുക്കൊരു നന്മ പറഞ്ഞു തന്നാൽ അത് മടിയില്ലാതെ നമ്മൾ സ്വീകരിക്കാം. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നൽകിയ വസിയത്തിൽ നമുക്ക് കാണാം, താങ്കൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പിന്നെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മടിയില്ലാതെ താങ്കൾ അത് സ്വീകരിക്കാം. സഹാബിയോട് പറയുന്ന നസീഹത്താണ്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നസീഹത്താണ്, താങ്കൾ ഒരു കാര്യം പറഞ്ഞാൽ താങ്കൾക്കത് പിന്നെ തെറ്റാണെന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാൻ ഒരു മടിയുണ്ടാകാൻ പാടില്ല. ഇമാം ദാറഖുത്നിയും ഇമാം ബൈഹഖിയും ഒക്കെ അത് ഉദ്ധരിച്ചതായി കാണാം. ഒരിക്കൽ മദീനയിൽ ജീവിച്ച വലിയ പണ്ഡിതനായിരുന്നു ഇമാം ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ്. ഗാസി ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നു. അങ്ങനെ മസ്ജിദ് നബവിയിൽ കയറി അദ്ദേഹം നിസ്കരിച്ചു. അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ മഹാനായ ഇമാം ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് മസ്ജിദിലേക്ക് കയറി വന്നു. ഇത് കണ്ട മസ്ജിദിലേക്ക് കയറി വരികയും ക്ഷീണത്താൽ അദ്ദേഹം പെട്ടെന്ന് അവിടെ ഇരിക്കുകയും ചെയ്തു. ഗാസി ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ആ യാത്രക്കാരൻ അദ്ദേഹം ഇമാം ഇബ്നു അബി ദിഅ്ബിനോട് പറഞ്ഞു, എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കൂ, താങ്കൾക്കിത് അറിയില്ലേ, ജാഹിലാണോ എന്ന് ചോദിച്ചു. ഇബ്നു അബി ദിഅ്ബ് വലിയ പണ്ഡിതനാണ്, പക്ഷേ അത് ഗാസി ഇബ്നു ഖൈസിന് അറിയില്ലായിരുന്നു. ഇത് കേട്ടയുടൻ ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് എഴുന്നേറ്റു, 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന തൂണിൽ അദ്ദേഹം ചാർന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ധാരാളം വിദ്യാർത്ഥികൾ വന്നിരുന്നു. ഇത് കണ്ട ഗാസി ഇബ്നു ഖൈസിന് ആകെ പ്രയാസമായി. ഇങ്ങനെ ഒരു വ്യക്തിയോടല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജാഹിലാണോ അറിയില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഗാസി ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് ഇബ്നു അബി ദിഅ്ബിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണ്, താങ്കൾ മാപ്പാക്കണം. ഈ സമയം ഇമാം ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അഖി ലാ അലൈക് അമർതനാ ബിഖൈരിൻ ഫഅതഅനാക്. നീ ആ പറഞ്ഞതിൽ ഒരു പ്രയാസം നിനക്ക് തോന്നേണ്ട കാര്യമില്ല. നീ എന്നോട് പറഞ്ഞതൊരു ഖൈറാണ്. ആ ഖൈർ നീ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ബാധ്യത. അതുകൊണ്ട് ഞാനത് അനുസരിച്ചു. അതുകൊണ്ട് നീ അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഗാസി ഇബ്നു ഖൈസിനോട് ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ തംഹീദിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അത് നമുക്കുള്ള പാഠം എന്താണ്? ഏതൊരു വ്യക്തി നമുക്ക് വന്നിട്ട് ഖൈർ പറഞ്ഞെന്നാലും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവും. നന്മ മനസ്സിലാക്കിയാൽ അത് നമ്മൾ സ്വീകരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നു, തിരുത്താൻ തയ്യാറാവാം. ഇന്നലെ പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ നമ്മളിത് തിരുത്താൻ തയ്യാറാവുക. ഈ രൂപത്തിൽ ഖൈറിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായി മാറാൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഖൈർ നമ്മൾ പ്രചരിപ്പിക്കുക. സലഫിയത്ത് എന്താണ് എന്നുള്ളത് ശരിയായ നിലയിൽ പ്രചരിപ്പിക്കുക. പൊതുവെ സലഫികൾക്കിടയിൽ അല്ലെങ്കിൽ സലഫികളെ കുറിച്ച് മോശമായ ചിന്തകൾ ആളുകൾക്ക് വരാനുള്ള കാരണം എന്താണ് സലഫിയത്ത് എന്നറിയില്ല. എന്താണ് സലഫിയത്ത് എന്നറിയില്ല. സലഫിയത്ത് എന്താണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ അഖീദ സ്വീകരിക്കാൻ അവർ മത്സരിക്കുന്നത് പോലെ മറ്റൊരു അഖീദയും ഉണ്ടാകുമായിരുന്നില്ല. അത്രയും അധികം ഈ അഖീദ സ്വീകരിക്കാൻ അവർ മത്സരിക്കുമായിരുന്നു. കാരണം സലഫിയത്തിൻ്റെ അടിസ്ഥാനം സഹാബികളെ ഫോളോ ചെയ്യുക എന്നത് തന്നെയാണ്. ഖുർആനും സുന്നത്തും അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതിലേത് മുസ്ലിമിനാണ് തർക്കിക്കാനുണ്ടാവുക? ഏതൊരാളും സ്വീകരിക്കും. പക്ഷേ സലഫിയത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും വന്നു. അതിനുള്ള കാരണം എന്താണ്? സലഫികളെന്ന് അവകാശപ്പെട്ടവർ സലഫി മനഹജ് ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. സ്വഹാബത്തിൻ്റെ മാർഗം പിൻപറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ സലഫികൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് ചേർത്ത് പറയുന്ന പല വിഭാഗങ്ങൾ, അവരെക്കുറിച്ച് ആളുകളോട് പറയുമ്പോൾ ചില ആളുകൾ പറയും എപ്പോഴും തർക്കിക്കുന്നവർ. എന്തുകൊണ്ടാണ് പേര് വന്നത്? നിസാരമായ ഫിഖ്ഹി മസായിലുകളിൽ തർക്കിച്ച് സമയം കളഞ്ഞു. തറാവീഹിൻ്റെ റക്അത്ത് എത്രയാണ്? കൈ എവിടെ കെട്ടണം? അത്തഹിയ്യാത്തിൽ വിരലനക്കാമോ പാടില്ല? അതിൻ്റെ പേരിൽ തർക്കിച്ചു. അതിൻ്റെ പേരിൽ ഖണ്ഡനമണ്ഡനങ്ങൾ നടത്തി. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും. അവിടെ നമ്മൾ സഹാബത്തിൻ്റെ മനഹജിലേക്ക് പോയിരുന്നെങ്കിൽ, താബിഈങ്ങളുടെ ഇമാമിങ്ങളുടെ മനഹജിലേക്ക് പോയിരുന്നെങ്കിൽ വിഷയം വിശാലാണ്. ഏതൊരു അഭിപ്രായം ഒരാൾക്ക് സ്വീകരിക്കാം അവൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അവിടെ ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. ഇപ്പം സലഫിയത്തിനെ കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കുള്ള ബാധ്യതയാണ്. എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ അധിക പേരും ആദ്യമായി ഈ വിഷയങ്ങൾ കേൾക്കുന്നവരല്ല. പക്ഷെ ഇത് ഉണർത്തലാണ്. നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുക്കുക, ബിഇദ്നില്ലാഹ് മറ്റുള്ളവർക്ക് ഈ ദീൻ, ഈ സലഫിയത്ത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്യും. അതൊരു എഴുത്താണെങ്കിൽ എഴുത്ത്, ഒരു സംസാരമാണെങ്കിൽ സംസാരം, ഒരാളുടെ തെറ്റിദ്ധാരണ നീക്കലാണെങ്കിൽ തെറ്റിദ്ധാരണ നീക്കാൻ, ഈ ദഅവത്തിലേക്ക്, അഹ്ലുസുന്നയുടെ ദഅവത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ നമ്മൾ പുകഴ്ത്തുക, അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുക, അവരെ നാം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ചില ആളുകൾ
ഈ ബിദ്അത്തിന്റെ ആളുകൾക്കെതിരിൽ മറുപടി പറയുമ്പോൾ ചില സാധാരണക്കാരൊക്കെ പറയും, എന്തിനാ മറുപടി പറയുന്നത്, അങ്ങനത്തെ വിഷയത്തിൽ അവർ സംസാരിക്കേണ്ടതില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ബക്കർ ബുസൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരു സഹോദരൻ ബിദ്അത്തിനെ എതിർക്കുന്നത് കണ്ടാൽ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം, അവരെ നമ്മൾ പുകഴ്ത്താം. അങ്ങനെയായിരുന്നു ഉലമാക്കൾ ഏത് കാലഘട്ടത്തിലും. ഷെയ്ഖ് റബീഅ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് കത്തെഴുതാറുണ്ട്, ഇന്നയാൾ ഇന്ന ബിദ്അത്ത് പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്, താങ്കളൊന്ന് മറുപടി പറയണം. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ്, നിങ്ങൾ ആ ലെറ്റർ പാഡ് ഇപ്പോഴും ലഭ്യമാണ്, മുഫ്തിയുടെ പേരിൽ. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് സൗദിയുടെ മുഫ്തിയായിരുന്നു. സൗദിയുടെ മുഫ്തിയുടെ ലെറ്റർ പാഡിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് ഷെയ്ഖ് റബീഇന് കത്തെഴുതും, ഇന്നയാൾ ഇന്നൊരു വിഷയം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, താങ്കളൊന്ന് ആ വിഷയത്തിന് മറുപടി പറയണം, ജസാക്കല്ലാഹു ഖൈറൻ. ഇന്ന് സൗദിയിൽ ജീവിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് ഹഫിളഹുല്ലാഹ് ഹാത്തിം അൽ ഔനി എന്ന് പറയുന്ന സലഫി ദഅവത്തിന്റെ വലിയ ശത്രുവിന് മറുപടി പറഞ്ഞപ്പോൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറൻ, താങ്കൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ശേഷം പറഞ്ഞു, ശക്കറല്ലാഹു ലക്, താങ്കൾ ഈ മുജ്രിമിന് മറുപടി പറഞ്ഞത് എത്ര നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ കാണാൻ പറ്റും. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലാഹ് കയറി വരുമ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഇരിക്കുകയായിരുന്നു. ഷെയ്ഖ് റയീസിനെ കണ്ട ഉടൻ പറഞ്ഞു, ശക്കറല്ലാഹു ലക്, താങ്കൾക്ക് അല്ലാഹു ശുക്ർ ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തെ ശുക്ർ ചെയ്തു. ഇങ്ങനെ അഹ്ലുസുന്ന ഏത് കാലഘട്ടത്തിലും തിന്മകളെ എതിർക്കുന്ന, ബിദ്അത്തുകളെ എതിർക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ രൂപത്തിൽ നമ്മളും ആവണം. ഒരാൾ ഏതെങ്കിലും നമുക്കിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താ, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവൻ്റെ കുടുംബക്കാരോട് ഒരു വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ബിദ്അത്തിനെതിരെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുടുംബക്കാരൻ എന്തെങ്കിലും ഒരു സംശയം ഉന്നയിച്ചു, അത് മറുപടി പറയാൻ നമ്മുടെ ഈ സഹോദരനെ അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്യും, അവൻ്റെ കൂട്ടുകാരോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മളതിൻ്റെ ഉത്തരം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ അവനായി അവൻ്റെ പാടായി അവൻ നോയിക്കോട്ടെ എന്നല്ല, മറിച്ച് നമ്മൾ അവന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ സഹായം ചെയ്തു കൊടുക്കാം. കാരണം ഇങ്ങനെ പരസ്പരം നന്മകളിൽ സഹകരിച്ചും ബിദ്അത്തുകൾക്കെതിരെ ശബ്ദിച്ചും ബിദ്അത്തുകാർക്കെതിരെ ശബ്ദിച്ചുമൊക്കെ നമ്മൾ പരസ്പരം ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് ഏത് കാലഘട്ടത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സ്വീകരിച്ചിരുന്ന നിലപാട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പറയാം. 6:15 ഇവർ സമയം നിശ്ചയിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാര ശേഷം പറയാം. ഇതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ. മഗ്‌രിബ് നിസ്കാര ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് മൻഹജിയായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തന്നെ ഉലമാക്കളോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചോദിക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ അത് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി എത്തിച്ച് നൽകാം. അതുകൊണ്ട് മൻഹജിയായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ചില ചോദ്യങ്ങൾ എനിക്ക് ചില സഹോദരങ്ങൾ അയച്ചു തന്നിരുന്നു ക്ലാസ്സിന് കുറച്ച് മുമ്പായിട്ട്, അത് ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ദൂരീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ദീന് മനസ്സിലാക്കാനും ദീന് പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻധാരണയില്ലാതെ അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സലഫിയത്ത് മാത്രമേ ശരിയുള്ളൂ എന്നതിൽ ഒരു സംശയം ഒരാൾക്കുണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, സഹാബത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ് സലഫിയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ആളുകളെ നമ്മൾ പിൻപറ്റുന്നില്ലെങ്കിൽ വേറെ ആരാണ്? അവരാണ് മാനദണ്ഡം, അവരാണ് നമ്മുടെ മാനദണ്ഡം. അവർക്കില്ലാത്ത വിശ്വാസം നമുക്ക് വേണ്ട. അവർ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിച്ചില്ല, നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ അള്ളാഹുവിന് സിഫാത്തുകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നമ്മൾ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. അവർ വിശ്വസിച്ചു അള്ളാഹു അർശിനുപരിയിലാണ്, നമ്മൾ അങ്ങനെ വിശ്വസിക്കുക. അവരെവിടെയാണോ നിന്നത് അവിടെ നമ്മൾ നിൽക്കാം. ഖിഫ് ഹൈതു വഖഫൽ ഖൗം, അവരെവിടെ നിന്നു അവിടെ നമ്മൾ നിൽക്കാം. ഇതാണ് സലഫിയത്തിൻ്റെ ഉസൂലുകൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ദീന് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാര ശേഷം നമുക്ക് ചുരുങ്ങിയ സമയമുള്ളൂ, എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിരുന്നാൽ നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.